സ്വാഗതം പറയുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഡോക്ടർ അനിത ചെയ്യുന്നത് വലിയൊരു സേവനമായിട്ട് ഞാൻ കണക്കാക്കുകയാണ്. അതിൻ്റെ പേരിൽ ഡോക്ടർ അനിതയെ ഞാൻ അനുമോദിക്കുകയും അപ്രീഷിയേറ്റ് ചെയ്യുകയും നന്ദി പറയുകയൊക്കെ ചെയ്യുകയാണ്. അതുപോലെ നമുക്കൊരു പ്രാർത്ഥനയോടുകൂടി തുടങ്ങാം. ഒരു നിമിഷം എല്ലാവരും ഒന്ന് കണ്ണടച്ചിട്ട് ഈ അറിവ് നമുക്ക് ഉപയോഗപ്രദമാകാനും നമുക്കും ഈ ലോകത്തിനും ഉപയോഗപ്രദമാകാൻ വേണ്ടി ഈ കൊച്ചു സംരംഭങ്ങൾ ഉപയോഗപ്രദമാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ക്ലാസ് ഫലപ്രദമാകാൻ വേണ്ടി പ്രാർത്ഥിക്കാം. അതുപോലെ ഇന്നത്തെ ഫാക്കൽറ്റിയുടെ അനുഗ്രഹത്തിനായിട്ട് പ്രാർത്ഥിക്കും. താങ്ക് യു. നിങ്ങൾക്കെല്ലാം അറിയുന്നത് ഇന്നത്തെ വിഷയം GHK ഫോർ ഹോമിയോപ്പത്സ് എന്നാണ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ പോലെ ഹോമിയോപ്പതിയുടെ ഒരു പ്രചാരത്തിനായി ഹോമിയോപ്പതി പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് അധികം സമയം ഇനി ഞാൻ ചെലവാക്കേണ്ടതായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ധാരാളം ടീച്ചേഴ്സും അങ്ങനെ നമ്മുടെ എഡ്യൂക്കേഷനൊക്കെ വളരെ നല്ല രീതിയിൽ പോകുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ പോലെ ഇന്ന് ലോകത്തിലുള്ള ഏറ്റവും നല്ല രീതിയിൽ ഹോമിയോപ്പതി പ്രാക്ടീസ് ചെയ്യുന്നവർ കേരളത്തിലാണെന്നും അല്ലെ കേരളം കേന്ദ്രീകരിച്ചാണെന്നും അതിൽ തന്നെ പ്രിഡിക്റ്റീവ് ഹോമിയോപ്പത്സ് ആണ് ഏറ്റവും നല്ല രീതിയിൽ നമ്മുടെ ഗുരു ഡോക്ടർ പ്രഫുൽ വിജയക്കറുടെ അനുഗ്രഹത്തോടുകൂടി അത് പഠിച്ച് മുന്നേറി ജനങ്ങളെ സേവിക്കുന്നതെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. എൻ്റെ വിഷയം GHK ഫോർ ഹോമിയോപ്പത്സ് ആണ്. ഞാൻ SCPH എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് പറയാം. SCPH ചെയ്തതാണ്, 3 വർഷം പഠിച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് ചില ഗ്രൂപ്പുകളിലൊക്കെ ചില ഡിസ്കഷൻ സമയം കിട്ടുമ്പോൾ പങ്കെടുക്കാറുണ്ട്. അപ്പോൾ ഇന്ന് ഒരു ഡിസ്കഷൻ കണ്ടു. ഒരു ഡോക്ടർ ഒരു കേസ് പോസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഒരു 60+ years ഉള്ള ഒരു സ്ത്രീയാണ്. അവരുടെ ബ്ലഡ് ഷുഗർ ലെവൽ ഫാസ്റ്റിങ്ങിൻ്റെ 170 milligram, PPBS 190 milligram. അപ്പോൾ അതിൻ്റെ ഡിസ്കഷന് വരുമ്പോൾ പതിവ് പോലെ ഏത് റൂബ്രിക്കാണ് എന്നൊക്കെ പ്രൊഡിക്റ്റുകാർ ഡിസ്കസ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണ്. അപ്പോൾ എനിക്ക് അങ്ങനെയുള്ള ഡിസ്കഷൻ നടത്തുന്നവരോട് എനിക്ക് പറയാനുള്ളത്, എന്തിനാണ് നമ്മൾ ഡയബറ്റീസിനെ ചികിത്സിക്കുന്നത്? ഡയബറ്റീസിനെയാണ് ചികിത്സിക്കുന്നത്, അല്ലാതെ രോഗിയാണെന്ന് നമ്മൾ പറയുമെങ്കിലും ഷുഗർ എങ്ങനെ കുറയ്ക്കാമെന്നതാണ് ചർച്ച. അപ്പോൾ GHK പഠിച്ചിട്ടുള്ള കുറച്ച് പേര് അതിൻ്റെ കോൺഫ്ലിക്റ്റ് പറഞ്ഞിട്ടുണ്ട്. റെസിസ്റ്റൻസ് കോൺഫ്ലിക്റ്റ് ആണ്, അല്ലെങ്കിൽ ഫിയർ ഡിസ്ഗസ്റ്റ് കോൺഫ്ലിക്റ്റ് ആണ് ലേഡീസിൽ ഉണ്ടാക്കുന്നത്. പക്ഷേ ഈ ലേഡി 60 കഴിഞ്ഞതായതുകൊണ്ട് അവരെ ഒരു ഹോർമോണൽ വൈസ് ഒരു മെയിൽ പേഴ്സണായിട്ട് കണക്കാക്കുമ്പോൾ റെസിസ്റ്റൻസ് കോൺഫ്ലിക്റ്റ് ആണ് ഉണ്ടാകും. അപ്പോൾ എന്താണ് റെസിസ്റ്റൻസ്? നമ്മൾ അറിഞ്ഞെടുത്തോളം ആ സ്ത്രീയുടെ ആൻസെസ്ട്രൽ പ്രോപ്പർട്ടി ആയിട്ട് കിട്ടിയിരിക്കുന്ന സ്വത്ത് അച്ഛൻ മരിച്ചതോടുകൂടി ഭർത്താവുമില്ല. അപ്പോൾ ഈ സ്ത്രീ വല്ലാതെ വിഷമിക്കുകയാണ്. അവരുടെ അച്ഛൻ്റെ പ്രോപ്പർട്ടി വിൽക്കാനായിട്ട് അനിയൻ കണഞ്ഞ് പരിശ്രമിക്കുകയാണ്. അത് വിൽക്കുന്നതിനോട് ഇവർക്ക് ഇഷ്ടമല്ല, ഇമോഷണലി അറ്റാച്ച്മെന്റ് ഉള്ളതാണ്. അതുകൊണ്ട് അവരുടെ എക്സാക്ട്ലി റെസിസ്റ്റൻസ് കോൺഫ്ലിക്റ്റ് എന്താണെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ എങ്ങനെയാണ് ഈ ഡയബറ്റിക് ആണ് ഈ രോഗി എന്ന് അറിയുന്നത്? അപ്പോൾ നമ്മുടെ മനസ്സിൻ്റെ പിന്നാമ്പുറത്തിൽ നമ്മളൊരു അലോപ്പതി കൺസെപ്റ്റ് ഉള്ളത് കൊണ്ടാണ് ആ രോഗിയെ നമ്മൾ ഡയബറ്റിക് എന്ന് മുദ്ര കുത്തുന്നത്. ഏതെങ്കിലും ഒരു അസുഖത്തിന് ചിലപ്പോൾ ഒരു ക്ഷീണം തോന്നി, അല്ലെങ്കിൽ ഒരു നംനെസ് തോന്നി, വെർട്ടിഗോ തോന്നി, സിങ്കോപ്പ് തോന്നി, എന്തെങ്കിലും ഒരു സിംറ്റം വരുമ്പോൾ ഉടനെ ആസ് യൂഷ്വൽ ലാബോറട്ടറി കൊണ്ടുപോയിട്ട് അവരുടെ മുഴുവനും ബ്ലഡ് വർക്ക് ചെയ്യുവാണ്. അങ്ങനെയാണ് ബ്ലഡ് ഷുഗർ ലെവൽ ഇത്രയുണ്ട്, അതുകൊണ്ട് ബ്ലഡ് ഷുഗർ ഇൻക്രീസ് അല്ലെ ഡയബറ്റീസ് ആണ് ഇതിന്റെ കാരണമെന്ന് നമ്മുടെ മേലെ ഒരു ഡയഗ്നോസിസ് അടിച്ചേൽപ്പിക്കുന്നു. ഞാൻ അതിൻ്റെയും പുറകോട്ട് പോയിട്ട് എന്തിനാണ് നമ്മൾ അങ്ങനെ ഡയബറ്റീസ് എന്ന് പറയുന്നത് ഒരു പേരും കൊടുത്ത്, എന്നിട്ട് എല്ലാ CMEയിലും നമ്മൾ അതിൻ്റെ ഡിഫറെൻറ്റ് കാറ്റഗറീസ് ഒക്കെ നമ്മൾ പോകുമ്പോൾ അത് ഒരു അലോപ്പതിക് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദി ഡിസീസ് ആണ് എന്നാണ് ഞാൻ സ്ഥാപിക്കാനായിട്ട് ശ്രമിക്കുന്നത്. അതിൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും വിധത്തിൽ നമുക്ക് റിപ്പോർട്ട് കിട്ടാം, അല്ലെങ്കിൽ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ ആകാശത്തിലെ പക്ഷികളും ഭൂമിയിലെ മറ്റു മൃഗങ്ങളും വെള്ളത്തിലെ മത്സ്യങ്ങളും ഒന്നും ദിവസവുമല്ല എല്ലാ ആഴ്ചയിലും പോയി ലാബോറട്ടറി പോയി ബ്ലഡ് പരിശോധിക്കുകയോ അതിൻ്റെ റിസൾട്ടിനനുസരിച്ചിട്ട് ബ്ലഡ് ഷുഗർ കുറയ്ക്കുക, പനി കുറയ്ക്കുക, ടെമ്പറേച്ചർ
BP കുറയ്ക്കുക, അങ്ങനെയുള്ള സമീപനത്തിൽ പോകുന്നില്ല. അങ്ങനെ തന്നെ ജീവിക്കാൻ വേണ്ടിയിട്ട് ഈ പ്രകൃതിയിൽ സൃഷ്ടിക്കപ്പെട്ടതാണ് നമ്മൾ മനുഷ്യരും എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. പ്രത്യേകിച്ചും GHK അങ്ങനെയാണ് നമ്മളോട് പറയുന്നത്. ഞാൻ 2015 10 വർഷം മുമ്പ് ഞാനൊരു ആർട്ടിക്കിൾ എഴുതി. അത് GSK പഠിച്ച് ഞാൻ ഓസ്ട്രിയയിൽ പോയി എൻ്റെ ക്ലാസ്സൊക്കെ കൂടി ഇന്റർനാഷണൽ കോൺഫറൻസ് ഒക്കെ കൂടിയതിന് ശേഷമാണ് എഴുതിയതാണ്. ഇറ്റ് ഈസ് ഹൈ ടൈം ടു ഡിവോഴ്സ് ഫ്രം, അതായത് ഹോമിയോപ്പതി ഡിവോഴ്സ് ചെയ്യേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. ആരിൽ നിന്ന്? അലോപ്പതിയിൽ നിന്ന്. ആൻഡ് ഇറ്റ് ഈസ് ഹൈ ടൈം ടു ഗെറ്റ് റീമാരീഡ് ടു GHK. അതാണ് ഇന്ന് എൻ്റെ ടോപ്പിക്. അതായത് എങ്ങനെ നമ്മുടെ മനസ്സിൽ അടിയുറച്ചിരിക്കുന്ന ഒരു അലോപ്പതി വിശ്വാസം, അത് നമ്മൾ അറിയാതെ വന്നതാണ്, ആരെയും കുറ്റപ്പെടുത്തുകയല്ല. നമ്മുടെ പഠന ടെക്സ്റ്റ് ബുക്കുകളിലൂടെ, നമ്മുടെ ക്ലാസ്സുകളിൽ എടുക്കുന്ന സാറുമാരിലൂടെ, അവരൊക്കെ രാത്രിയിലേക്ക് ഒന്ന് പഠിച്ച്, കാണാതെ പഠിച്ച്, പ്രാക്ടീസ് ഓഫ് മെഡിസിൻ, ഡേവിഡ്സൺ, ബ്രൈസ്, ഇതെല്ലാം കാണാതെ പഠിച്ചിട്ട് നമ്മളോട് വന്നിട്ട് പറയുവാണ്. സോ ദാറ്റ് വാസ് പ്യുവർലി എ മെറ്റീരിയലിസ്റ്റിക് അപ്രോച്ച് ഓഫ് ഡിസീസസ് ആണ് എന്നുള്ളത് നമ്മൾ കുറച്ച് ശ്രദ്ധിച്ച് മനസ്സിലാക്കിയാൽ, അല്ല ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും. അപ്പോ ഇറ്റ് ഈസ് ഹൈ ടൈം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു പുതിയ ശാസ്ത്രം കിട്ടിയിരിക്കുന്നു. അപ്പൊ ആ ശാസ്ത്രത്തിന്റെ പേരാണ് ജർമ്മൻ ന്യൂ മെഡിസിൻ. അതുകൊണ്ട് ഒരു ഡിവോഴ്സ് വരുമ്പോൾ ഈ പാവം പിടിച്ച ഹോമിയോപ്പതി, ഞാനൊരു ഒരു 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 ഗേളായിട്ട്, ഒരു ലേഡിയായിട്ട് സങ്കല്പിക്കുകയാണെങ്കിൽ ഹോമിയോപ്പതി പാവം പിടിച്ചൊരു പെണ്ണാണ്. അതിന് ആരാണ് അവളെ കല്യാണം കഴിച്ചിരിക്കുന്നതെന്ന് അറിയത്തില്ല, യഥാർത്ഥ സ്വഭാവം അറിയത്തില്ല, പലർക്കും അറിയത്തില്ല. നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന എല്ലാവർക്കും അറിയാം, ഓരോ ദിവസവും ഓരോ പേഷ്യൻസ് കൊണ്ടുവരുന്ന ലാബോറട്ടറി റിപ്പോർട്ട്സും, അല്ലെങ്കിൽ അവരെ പറഞ്ഞ് പേടിപ്പിച്ചിരിക്കുന്നതും, ഇതെല്ലാം സർജിക്കലാണ്, അല്ലെങ്കിൽ ഇതെല്ലാം ലൈക്ലി ടു അഡ്വാൻസ് ടു ഡയബറ്റീസ്, ക്യാൻസർ എന്നൊക്കെ പറഞ്ഞിട്ട് ഭീതിപ്പെടുത്തി ഇന്നത്തെ മെഡിക്കൽ സയൻസ് ഒരു ഭീതിയുടെ ഒരു ശാസ്ത്രമായിട്ട് മാറിയിരിക്കുകയാണ്. അങ്ങനെയല്ല എന്നും ഇതെല്ലാം ബയോളജിക്കൽ പ്രോഗ്രാംസ് ആണെന്നുള്ള വളരെ ഉത്തമമായ, ഉദാത്തമായിട്ടുള്ള ഒരു അറിവ് നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ എന്താണ് നമ്മളെല്ലാം ഈ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ വിളിക്കപ്പെട്ടിരിക്കുന്നത്, ദൈവത്താൽ വിളിക്കപ്പെട്ടിരിക്കുന്നത് ഏത് കാര്യത്തിന് വേണ്ടിയിട്ടാണ്? ഡോക്ടർ എന്നുള്ള നിലയിൽ സേവനം ചെയ്യാനായിട്ടാണെങ്കിൽ അത് അതിന്റെ പൂർണ്ണമായ അർത്ഥത്തിൽ സേവനം ചെയ്യാൻ വേണ്ടിയിട്ട് ഡിസീസിനെ കുറിച്ചുള്ള അറിവുണ്ടാവണം. അത് യാതൊരു സംശയമില്ല. ഡോക്ടർ സാമുവൽ ഹാനിമാൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, നോളജ് ഓഫ് ഡിസീസ്. അപ്പൊ നോളജ് ഓഫ് ഡിസീസ് എന്ന് പറയുന്ന അലോപ്പതിക് നോളജ് അല്ല എന്നും അത് ബയോളജിക്കൽ ആയിട്ടുള്ള ഒരു പ്രോഗ്രാം ആണെന്നുള്ള അടിയുറച്ച വിശ്വാസമാണ് നമുക്ക് വേണ്ടതെന്നുമാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പൊ ഈ ഹോമിയോപ്പതി ഡോക്ടർമാർക്ക്, അല്ലെങ്കിൽ ഭൂരിപക്ഷം പേർക്കും എന്താണ് ഈ അതായത് ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ പാവം പിടിച്ച പെണ്ണിനെ കല്യാണം കഴിച്ചിരിക്കുന്ന ആള് റിയലി ഇൻകപ്പാസിറ്റേറ്റഡ് ആണ്, ഉള്ളില് വീക്ക്നെസ് ആണ്. ഹി നോസ് ഹിസ് നമ്മുടെ ലൈക്കോപോഡിയം കോൺസ്റ്റിറ്റ്യൂഷൻ പോലെ ഇന്നർ ആയിട്ടുള്ള ഇന്നബിലിറ്റി, അതിനെക്കുറിച്ച് നല്ല കോൺഷ്യസ് ആണ്. പക്ഷെ പുറമേ വലിയ ജാടയാണ്. അതുകൊണ്ട് മെഗാലോമേനിയ എന്നൊക്കെ നമ്മുടെ GHKയിൽ പറയുന്ന സ്കിസോഫ്രീനി കോൺസ്റ്റലേഷൻ പറയുന്ന മെഗാലോമേനിയ എന്ന് പറയും, അല്ലെ കൺട്രോൾ ഫ്രീക്ക് എന്ന് പറയും. ഒരു സിൻഡ്രോം ഉണ്ട് സൈക്കോളജിയിൽ, മൻചോസൻ സിൻഡ്രോം. ഇങ്ങനെയൊക്കെയുള്ള പല പേരിൽ കൺട്രോൾ ചെയ്യുക, ഡോമിനേറ്റ് ചെയ്യുക. ചിലപ്പോൾ നമുക്ക് നാർസിസിസ്റ്റിക് എന്നൊക്കെ പറയാം. ഭയങ്കര അഹങ്കാരമാണ്, ഭയങ്കര, അതായത് വി ആർ ദി ഓൺലി ട്രൂ പീപ്പിൾ, നമുക്ക് മാത്രമേ ശാസ്ത്രമുള്ളൂ, നമുക്ക് മാത്രമേ അറിവുള്ളൂ, ബാക്കി എല്ലാവരും, എല്ലാ ഐ സിസ്റ്റംസും, എല്ലാ ബാക്കിയുള്ള സിസ്റ്റം ഓഫ് ട്രീറ്റ്മെന്റ്, എല്ലാ മൊഡാലിറ്റീസ് തെറ്റാണ് എന്ന് വിശ്വസിച്ച് ജനങ്ങളെയും പണമുള്ളത് കൊണ്ട് ഗവൺമെന്റുകളെയും സ്വാധീനിച്ചിട്ട് പഠിപ്പിക്കുകയാണ്. ഇതിൻ്റെ അകത്ത് പെട്ടുപോകുന്ന ഡോക്ടേഴ്സ് ഉൾപ്പെടെയുള്ളവരും പാവപ്പെട്ട ജനങ്ങളും ആണ് ഉള്ളതെന്ന് മനസ്സിലാക്കി ഫ്രീഡം ഫ്രം ദി ഫിയർ ഓഫ് ഡിസീസസ്, അതായിരിക്കണം നമ്മുടെ മോട്ടോ എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അല്ലെ, അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നതെന്ന് പറയാനാണ്. അപ്പൊ എന്താണ് ഹോമിയോപ്പതിയുടെ ഇന്നേറ്റ് ആയിട്ടുള്ള പോസിറ്റീവ് ആയിട്ടുള്ള എന്താണ്? കാരണം ഹോമിയോപ്പതി അത്രമാത്രം അതിന്റെ സെൽഫ് ഹീലിംഗ്, ഹ്യൂമൻ ഓർഗാനിസത്തിന്റെ സെൽഫ് ഹീലിംഗ് മെക്കാനിസത്തെ കുറിച്ച് വളരെയധികം കൺവിൻസ്ഡ് ആണ്. പക്ഷെ ഡോക്ടേഴ്സ് അത്രയും ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അപ്പൊ നമ്മുടെ ബോഡി ഹീൽ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് സിംറ്റംസ് ഉണ്ടാകുന്നത് എന്നുള്ള വളരെ അടിസ്ഥാനപരമായിട്ടുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു നോളജ് നമുക്ക് വരും. കാരണം അലോപ്പതി ക്ലാസ്സിലൂടെ നമ്മുടെ 80% ഓഫ് ദി ടെക്സ്റ്റ് ബുക്സിലൂടെ, അല്ലെങ്കിൽ സോ കോൾഡ് മെഡിക്കൽ നോളജ് ഓഫ് ഡിസീസസ് നമുക്ക് കിട്ടുമ്പോൾ നമ്മുടെ വിചാരം ഓൾ ഡിസീസസ് ആർ ഓർ ഓൾ സിംറ്റംസ് ആർ ടു ബി സപ്രസ്ഡ്.
What they are doing, we will call they are suppressing, and we are curing. What is to be cured? Nature is healing, nature is curing. Therefore, we don't need മെഡിസിൻ എന്ന് പറയുന്നത് പലപ്പോഴും ആവശ്യമില്ല. ഞാൻ കഴിഞ്ഞ ദിവസം വിശദമായിട്ട് പറഞ്ഞതാണ്. അതായത് മോസ്റ്റ് ഓഫ് ദി സോറി കേസസ് വി ഡോണ്ട് നീഡ് എനി മെഡിസിൻ അറ്റ് ഓൾ, നേച്ചർ ഈസ് ഹീലിംഗ്. Psychotic cases we may need it. Syphilitic cases we should use it, because homeopathy only has got that facility or armamentarium for using our anti-syphilitic drugs. Because Dr. Praful Vijayakar എപ്പോഴും പറയുന്നതാണ് 5 categories of syphilitic rubricsനെ കുറിച്ച് പറയുമ്പോൾ, ഞാൻ സോ കോൾഡ് ഓട്ടോഇമ്യൂൺ അത് മാറ്റിവെച്ച് പറയുവാണെങ്കിൽ എക്സെൻട്രിക്, distortion, perversion, hysteric, destructive, distortion. അപ്പൊ ഇത്രയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ അവസ്ഥയിൽ ഒരു രോഗി എത്തിക്കഴിഞ്ഞാൽ നമുക്ക് തെറാപ്പി എന്ന് പറയുന്ന GNMന്റെ ടൂളായിട്ടുള്ള തെറാപ്പി കൊണ്ട് മാത്രം കാര്യം നടക്കത്തില്ല എന്ന് വിശ്വസിക്കുകയും അനുഭവത്തിലൂടെ പറയുകയും ചെയ്യുന്ന ആളാണ് ഞാൻ. അതുകൊണ്ടാണ് ഹോമിയോപ്പതി ഓൺലി ഹാസ് ഗോട്ട് ദാറ്റ് കോംപ്ലിമെന്ററി ആയിട്ടുള്ള ഒരു ടൂൾ നമ്മുടെ കയ്യിലുണ്ട്. അതാണ് നമ്മുടെ ഡൈനമൈസ്ഡ് മെഡിസിൻസ്, പ്യുവർലി ഇൻഡിവിജ്വലിസ്റ്റിക് ആയിട്ടുള്ള മെഡിസിൻസ്. അപ്പോൾ ഹോളിസ്റ്റിക് ഹെൽത്ത് കൺസെപ്റ്റ് അത് ഹോമിയോപ്പതിക്കുള്ളതാണ്, GNMനുള്ളതാണ്. We use in homeopathy, we use natural remedies. We don't make any what you call polluting, അല്ലെങ്കിൽ ഒരു slow poisoning of the whole biological entities, including humans, animals and plants. അതാണ് ഒരു ശാസ്ത്രത്തിന്റെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മെഡിസിൻ എന്ന് പറയുന്ന മെഡിക്കൽ സയൻസിന്റെ അപ്രോച്ച് എങ്കിൽ we have got our own natural remedies. We have our armamentarium of our whole materia medica from the nature. അതുകൊണ്ട് പ്രകൃതിയിൽ നിന്ന് എടുക്കുന്ന സംഗതികളാണ് നമ്മൾ എടുക്കുന്നത് എന്നുള്ളത് നമ്മളുടെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. പലപ്പോഴും ഹോമിയോപ്പതിയുടെ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസ് തന്നെ നമ്മൾ മറന്നുപോകുന്ന അവസ്ഥ നമ്മൾ ആത്മപരിശോധന നടത്തിയാൽ നമുക്കറിയാം. വെദർ വി ആർ ഫോളോയിങ് ദി ലോ ഓഫ് സിമിലാർസ്, ലോ ഓഫ് മിനിമം ഡോസ്, സിംഗിൾ റെമഡി, how far we are approaching an individual holistically. അപ്പോൾ ഹോളിസ്റ്റിക് അപ്രോച്ച് അതാണ് നമ്മുടെ കീ ആയിട്ടുള്ള പ്രോപ്പർട്ടി നമ്മുടെ ഹോമിയോപ്പതിക്കാരുടെ. അപ്പൊ അത് നമ്മൾ പലപ്പോഴും മറക്കുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം. ഹോമിയോപ്പതി ഡോക്ടർ ആയിട്ടും പലപ്പോഴും പലർക്കും ഈ വൈറ്റൽ ഫോഴ്സ് എന്ന് പറയുന്നതിനെ കൺസെപ്റ്റ് ഇല്ലാത്ത ധാരാളം പേരുണ്ടെന്ന് സങ്കടത്തോടു കൂടി പറയേണ്ടതായിട്ടും. അത് അവർക്കൊരു ഈ സ്പിരിച്വൽ ലെവലിലേക്ക് അല്ലെങ്കിൽ ഒരു ഡൈനാമിക് ലെവലിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു അനുഗ്രഹം ഇല്ല എന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. സോ ആ ഡൈനാമിസം ഇല്ലാതെ, അതുകൊണ്ട് ഞാൻ പണ്ട് ക്ലാസ് എടുത്തുകൊണ്ടിരുന്നപ്പോൾ മ്യാസം പഠിപ്പിക്കുമ്പോൾ പറഞ്ഞതാണ് ദർ ഇസ് എ ഹെൽത്ത് ഡൈനാമിക്സ്, ദർ ഇസ് എ ഡിസീസ് ഡൈനാമിക്സ്, ദർ ഇസ് എ ഡ്രഗ് ഡൈനാമിക്സ്. അതൊന്നും ഞാൻ പറയുന്നില്ല വിശദമായിട്ട്, ഒത്തിരി ക്ലാസ് എടുത്തിട്ടുള്ളതാണ്. അതുകൊണ്ട് ആ ഡൈനാമിക് ലെവൽ ഓഫ് ആൻ ഇൻഡിവിജ്വൽ, whether he is in a health dynamics or in a disease dynamics, and if he is in a disease dynamics, we need our drug dynamics or potential homeopathy medicines to correct that deviation. അതുപോലെ തന്നെ മ്യാസം പ്രഡിക്റ്റീവ് ഡോക്ടേഴ്സിന്റെ മുമ്പിൽ പറയേണ്ട കാര്യമില്ല. അപ്പോൾ മ്യാസത്തെ കുറിച്ചുള്ള അറിവില്ലാതെ ഹോമിയോപ്പതി പ്രാക്ടീസ് ചെയ്യാനായിട്ട് വളരെ പ്രയാസമാണ്. പ്രാക്ടീസ് ചെയ്യലല്ല, ടു അണ്ടർസ്റ്റാൻഡ് ദി പേഷ്യന്റ് ഡിഫിക്കൽട്ട് ആണ്. അതുകൊണ്ട് ഈ അടിസ്ഥാനപരമായിട്ടുള്ള അറിവുകൾ നമ്മുടെ കൂടെ ഉണ്ടാവേണ്ടത്. ഇനി നമ്മൾ നമ്മുടെ കാര്യത്തിലേക്ക് വരുവാണ്. എങ്ങനെയാണ് GNM, GHK എന്ന് ഞങ്ങൾ വിളിക്കുന്ന, അല്ലെങ്കിൽ GNM എന്ന് പറയുന്നത് എക്സിറ്റ് ആയെന്തോ സാറിന്റെ കമ്പ്യൂട്ടർ ചിലപ്പം ചാർജ് തീർന്നതാവും. സാറേ കേക്കത്തില്ലല്ലോ. ഇടയ്ക്ക് ഒരു ടെക്നിക്കൽ പ്രശ്നമാണ്. ഇപ്പൊ കേൾക്കാമല്ലോ? കേൾക്കാം സാർ. താങ്ക് യു. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, GNMനെ കുറിച്ച് എൻ്റെ ആദ്യമായിട്ടാണ് ക്ലാസ് കൂടുന്നതെങ്കിൽ നിങ്ങൾക്കുള്ള ലേണിംഗ് മെറ്റീരിയൽസ് ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. ആർക്കെങ്കിലും എഴുതിയെടുക്കണമെങ്കിൽ എഴുതിയെടുക്കുക.
learninggmm.com എന്ന് പറയുന്ന വെബ്സൈറ്റിൽ നിന്നാണ് ഞാൻ GNM പഠിക്കുന്നത്. അത് തന്നെയാണ് ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യാറുള്ളത്. അത് എൻ്റെ ഗുരുനാഥ ആയിരുന്ന കാരോളിൻ മക്കലിൻ്റെ വെബ്സൈറ്റാണ്. വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് വളരെ ഒത്തൻറ്റിക് ആയിട്ട് ഡോക്ടർ ഹാമറുടെ അറിവുകൾ നമുക്ക് പറഞ്ഞു തരുന്ന വെബ്സൈറ്റാണ്. അതുകൊണ്ട് നിങ്ങൾ www.learninggmm.com ആണ് നിങ്ങൾ വിസിറ്റ് ചെയ്യേണ്ടത്. കാരണം ഇതിൻ്റെ GNMൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ഇതുപോലെ ഒരു വേദിയിൽ ക്ലാസ് എടുക്കുന്നില്ല. ഇനി അങ്ങോട്ടേക്ക് അഡ്വാൻസ്ഡ് ക്ലാസ് ആണെങ്കിൽ പോലും ഞങ്ങൾ അങ്ങനെ എടുക്കാൻ പ്ലാനില്ല. കാരണം ഓരോ കേസും പ്രസന്റ് ചെയ്തിട്ട് അല്ലെ കേസസ് പ്രസന്റ് ചെയ്തിട്ട് അതിലെങ്ങനെ ഈ പ്രിൻസിപ്പിൾസ് ഓഫ് ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസ് ഓഫ് GNM അപ്ലൈ ചെയ്തു എന്നുള്ളതാണ് ഞങ്ങൾ പഠിക്കുക മിക്കവാറും. രണ്ടാമത് നിങ്ങൾക്ക് എപ്പോഴും ഞങ്ങൾ റെക്കമെൻഡ് ചെയ്യുന്ന ഗ്ലോബൽ GNM എന്ന് പറയുന്ന ഞങ്ങളുടെ വെബ്സൈറ്റ് ആണ്. അതിൻ്റെ അകത്ത് പെയ്ഡ് കാറ്റഗറി ഉണ്ട്, ഫ്രീ കാറ്റഗറി ഉണ്ട്. അപ്പോൾ ഫ്രീ വിസിറ്റേഴ്സ് ആവുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടം പോലെ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അതിൽ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഒരു 440 ഓഡിയോ ക്ലിപ്സ്, അത് ഫ്രം 1 to 440 ക്ലിപ്സ് വായിച്ച് അല്ലെങ്കിൽ പഠിക്കുന്നതോടുകൂടി നിങ്ങൾക്ക് GNMൻ്റെ മുഴുവൻ ടോപ്പിക്സും കവർ ചെയ്യും. മുഴുവൻ ടോപ്പിക്സിനെ ഞങ്ങൾ 3ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഒന്ന് അതിൻ്റെ 5 ബയോളജിക്കൽ ലോസ്, അതിൻ്റെ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസ് ഓഫ് GNM. രണ്ടാമത്തേത് SBS അല്ലെങ്കിൽ സിഗ്നിഫിക്കൻറ്റ് ബയോളജിക്കൽ സ്പെഷ്യൽ പ്രോഗ്രാം ഓഫ് നേച്ചർ എന്ന് പറയുന്നതാണ് ഓരോ രോഗത്തെക്കുറിച്ച് പറയുന്നത്. കാരണം രോഗത്തെ GNMൽ ഡിസീസ് എന്ന് പറയാറില്ല, പത്തോളജി എന്ന് പറയാറില്ല, പത്തോഫിസിയോളജി എന്നൊന്നും പറയാറില്ല. ബിക്കോസ് പ്രോഗ്രാം ആണ് എവറി സോ കോൾഡ് ഡിസീസ്. സോ കോൾഡ് ഐ എം റിപ്പീറ്റിംഗ്. അതുകൊണ്ട് ഈ പ്രോഗ്രാമിനെ കുറിച്ചാണ് സെക്കൻഡ് കാറ്റഗറി. തേർഡ് ഈസ് സ്കിസോഫ്രേനിക് കോൺസ്റ്റലേഷൻ, ഇൻ വിച്ച് all the mental diseases are included, all the behavioral problems, all the so-called bipolar complaints of individuals. ഇതെല്ലാം ഡിസ്കസ് ചെയ്യുന്നതാണ് സ്കിസോഫ്രേനിക് കോൺസ്റ്റലേഷൻസ്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ വായിക്കാൻ അവിടെ ഓൾറെഡി ഉണ്ട്, ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ്. പിന്നെ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ഞങ്ങളുടെ ഒരു സ്വന്തം യൂട്യൂബ് ചാനലുണ്ട്, ഗ്ലോബൽ GHK എന്നാണ് അതിൻ്റെ പേര്. അതിൻ്റെ അകത്ത് ധാരാളം വീഡിയോസ് ഞങ്ങൾ ഇത്രയും നാളും പ്രിപ്പയർ ചെയ്ത് നമ്മുടെ ക്ലാസ്സസും നമ്മുടെ 2 സെലിബ്രേഷൻസ് നടത്താറുണ്ട്. ഒന്ന് ഗ്ലോബൽ GHK എന്ന് പറയുന്ന ഞങ്ങളുടെ സംഘടനയുടെ തന്നെ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിയുടെ തന്നെ ആനിവേഴ്സറി നടത്താറുണ്ട്. ഇറ്റ് ഈസ് 8 years കംപ്ലീറ്റഡ് നൗ. അതുകൊണ്ട് എല്ലാ ജാനുവരി മാസവും അത് സെലിബ്രേറ്റിംഗ് ഇറ്റ്സ് ആനിവേഴ്സറി ഓഫ് ദി ഓർഗനൈസേഷൻ or community. During the month of May, we celebrate the birth anniversary of Dr. Hammer, just as we celebrate April 10th as the Honeyman's Day. You know, both these legends died on 2nd of July. അത് ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. പിന്നെ ഈ കാര്യത്തിലേക്ക് കടക്കാം. എന്തുകൊണ്ടാണ് ഹോമിയോപ്പതിയും GHKയും കൂടെ ഒരു ഇന്റിഗ്രേഷൻ ആവശ്യമായിരിക്കുന്നത് എന്ന് പറയാനായിട്ടാണ് ഞാൻ പ്രധാനമായിട്ടും നിങ്ങളോട് പറയുന്നത്. അത് പറയുമ്പോൾ ഇതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഞാൻ നേരത്തെ പറഞ്ഞ 5 ബയോളജിക്കൽ ലോസ്, ജസ്റ്റ് ആസ് വി ആർ ഹാവിങ് അവർ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസ് ലൈക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സിമിലിയ, സിംപ്ലക്സ്, സിംഗിൾ എക്സെട്ര അങ്ങനെ പോകുന്ന അതുപോലെ തന്നെ 5 ബയോളജിക്കൽ ലോസ് ഓഫ് നേച്ചർ. ഇതാണ് ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള. അത് ഞാൻ കഴിഞ്ഞ 2 ക്ലാസ്സിലും വിശദീകരിച്ചു. ഇപ്പോൾ വളരെ വിശദമായിട്ടൊന്നും പറയുന്നില്ല, അത് നിങ്ങൾ വായിച്ചു പഠിക്കുക. ഒന്നാമത്തേത് 100% of the diseases, natural diseases, are due to one or other conflicts happening in the psychic level. അപ്പോൾ മാനസിക തലത്തിൽ എന്ന് പറഞ്ഞാൽ പോലെ ഒരു സൂപ്പർഫിഷ്യൽ മൈൻഡ് അല്ലെങ്കിൽ ആക്റ്റീവ് മൈൻഡ് അല്ലെങ്കിൽ മങ്കി മൈൻഡ് എന്നൊക്കെ പറയുന്ന മൈൻഡ് അല്ല, അല്ലെ കോൺഷ്യസ് മൈൻഡ് അല്ല, സബ് കോൺഷ്യസ് മൈൻഡിലാണ് ഡിസീസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ സബ് കോൺഷ്യസ് മൈൻഡിൽ തന്നെയാണ് ഒരു ഡിസീസ് കണ്ടീഷൻ റിസോൾവ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ അത് എൻഡ് ചെയ്യേണ്ടത്. സോ ആ സബ് കോൺഷ്യസ് മൈൻഡാണ് ഡോക്ടർ ഹാമർ സൈക്കി എന്ന് പറയുന്നത്. അപ്പോൾ സബ് കോൺഷ്യസ് മൈൻഡിൽ ഉണ്ടായിരിക്കുന്ന കോൺഫ്ലിക്ട്സ് അത് ബയോളജിക്കൽ കോൺഫ്ലിക്റ്റ് ആണ്. ഇറ്റ് ഈസ് നോട്ട് സൈക്കോളജിക്കൽ കോൺഫ്ലിക്ട്സ്. Why biological conflicts? Because it is common with all living organisms. To some extent it is there in plants also, but we are excluding for time being. And in animals, all animals, they suffer from so-called diseases only when they are subjected to a particular biological conflict. With a biological purpose, nature reacts. The whole organism reacts. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ രണ്ടാമത്തെ കാര്യം
ബയോളജിക്കൽ 5 ബയോളജിക്കൽ ലോസ് മുഴുവൻ പറഞ്ഞില്ല. രണ്ടാമത്തേത് എന്താണെന്ന് വെച്ചാൽ ഓരോ ഡിസീസ് പ്രോഗ്രാമിനും ഇറ്റ് ഹാസ് ഗോട്ട് 2 ഇമ്പോർട്ടൻറ്റ് കോമ്പോണന്റ്. വൺ ഈസ് ദി കോൺഫ്ലിക്റ്റ് ആക്റ്റീവ് ഫേസ്. ദാറ്റ് ഈസ് ദ ടൈം സ്റ്റാർട്ടിങ് ഫ്രം ദി ട്രിഗറിംഗ് പോയിന്റ്, ഓർ we call DHS, Dirk-Hammer syndrome, after the name of Dr. Hammer. അത് തുടങ്ങിയിട്ട് എപ്പോഴാണോ ആ കോൺഫ്ലിക്റ്റ് റിസോൾവ് ചെയ്യുന്നത് അതുവരെയുള്ള സമയത്തെയാണ് നമ്മൾ കോൺഫ്ലിക്റ്റ് ആക്ടിവിറ്റി എന്ന് പറയുന്നത്, വിത്ത് ഇറ്റ്സ് ഓൺ ക്യാരക്ടറിസ്റ്റിക് സിംറ്റംസ് ലൈക്ക് സ്ലീപ്ലെസ്നെസ്, കോൺസ്റ്റന്റ് തിങ്കിങ് അബൌട്ട് ദി കോൺഫ്ലിക്റ്റ്, ലോസ് ഓഫ് അപ്പിറ്റൈറ്റ്, ലോസ് ഓഫ് സ്ലീപ്പ്, ഐ ടോൾഡ് യു, ലോസ് ഓഫ് അപ്പിറ്റൈറ്റ്, പെരിഫറൽ വാസോഡൈലറ്റേഷൻ, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ. ബിക്കോസ് ഡ്യൂറിങ് ദാറ്റ് ടൈം ദി കോൺഫ്ലിക്റ്റ് ആക്ടിവിറ്റി സ്റ്റേജ് ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് cold phase, and it is also controlled or ruled by the sympathetic nervous system. Whereas as we pass to the second stage, that is parasympathetic nervous system is predominantly active. The second stage again, it is PCLA, the first phase, PCLB, the second phase, intermediary, there is an epileptoid crisis. So you will have an entirely different idea about the disease, entirely different idea about epilepsy and all the epileptoid crisis. അത് സമയം കൂടുതൽ എടുക്കും, കാരണം every disease will end in the positive way so that the normotonia will continue. അതിനു വേണ്ടിയിട്ടുള്ളതാണ് epileptoid crisis. So that much about the second law. Third is all about its relationship. നമ്മുടെ ബോഡി എങ്ങനെ സ്റ്റാർട്ട് ചെയ്തു, അതിൻ്റെ blastocyst on the 13th day, thereafter 3 layers of germinal layers are formed, and endoderm, old mesoderm, new mesoderm, ectoderm, ഇങ്ങനെ 4 ആയിട്ട് കാറ്റഗറൈസ് ചെയ്യുന്നു. ഈ പ്രൈമോഡിയൽ അല്ലെങ്കിൽ ജെർമിനൽ ലെയറിൽ നിന്നാണ് കംപ്ലീറ്റ് സിസ്റ്റം, കംപ്ലീറ്റ് ഓർഗൻ, കംപ്ലീറ്റ് ടിഷ്യൂ സെൽ എല്ലാം ഉണ്ടാകുന്നത്. അപ്പോൾ ഏത് സെല്ലിലാണ് ഉണ്ടാകുന്നത്, ഏത് സെല്ലിലാണ് ഒരു മാനിഫെസ്റ്റേഷൻ ഉണ്ടാകുന്നത് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പമാണ്. പിന്നെ ഡയഗ്നോസിസിന് വേണ്ടി നമുക്ക് പോകണം. What is happening there? Is there cellular accumulation or cellular multiplication or cellular depletion? ഈ 2 രീതിയിൽ മാത്രമേ ഉള്ളൂ രോഗം എന്ന് പറയുന്നത്. ചില ടിഷ്യൂവിൽ സെല്ലുലാർ മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്, ചില സെല്ലുകളിൽ ഡിപ്ലീഷൻ. ഇത് മനസ്സിലാക്കിയാൽ ഏത് സെല്ലിലാണ് ഡ്യൂറിങ് കോൺഫ്ലിക്റ്റ് ആക്ടിവിറ്റി സെല്ലുലാർ മൾട്ടിപ്ലിക്കേഷൻ ഉള്ളത്, ഏത് സെല്ലിലാണ് സെല്ലുലാർ ഡിപ്ലീഷൻ ഉള്ളത്, അല്ലെങ്കിൽ ഇത് മനസ്സിലാക്കാം. And during the healing phase, it is the inflammation so-called, and it is the site, or it is the time line when the organisms are coming in order to take away the debris, or in order for the housekeeping, what do you call, scavenger job, or the housekeeping job is done by the bacteria. And therefore we are coming to the 4th biological law that clearly says there is no so-called infectious disease, no contagious disease. Microbes are our friends. They are not our enemies. They will not do any harm. They will not cause any disease. They will not make anyone sick. They will not kill anyone. So വളരെ ബോൾഡായിട്ടും അതേസമയം വളരെ കൺവിൻസിംഗ്ലി, വളരെ അഫർമേറ്റീവ്ലി ഡോക്ടർ ഹാമർ അത് പറഞ്ഞിരിക്കുകയാണ്. അത് മനസ്സിലാക്കാനും ഫോളോ ചെയ്യാനും ഹോമിയോപ്പത്തിനെ സംബന്ധിച്ചുള്ള പ്രയാസമുണ്ട്. അത് തന്നെ വലിയ വാഗ്വാദങ്ങൾക്കും ആർഗ്യുമെന്റ്സിനും ഒക്കെ ഇടവരുത്തുന്ന ഒരു വിഷയമാണ്. കാരണം നമ്മൾ പഠിച്ചത് അലോപ്പതിയാണ്. അതുകൊണ്ട് എല്ലാ രോഗാണുക്കളും നമ്മുടെ ശത്രുവാണെന്നും അല്ലെങ്കിൽ എല്ലാ അണുക്കളെയും രോഗാണുക്കളെന്ന് വിളിക്കാനും ഒക്കെയാണ് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. അതിന് മറിച്ച് ചിന്തിക്കാനായിട്ട് നമുക്ക് സാധിക്കാഞ്ഞിട്ടാണ്. എനിക്കും ഒരു പ്രയാസമൊക്കെ ഉണ്ടായിരുന്നു. ആദ്യമൊക്കെ എനിക്ക് മനസ്സിലാകുമായിരുന്നു, പക്ഷെ അവസാനം വരെ ഞാൻ റാബീസ് എന്ന് പറയുന്ന രോഗത്തെ കടിച്ചു പിടിച്ചിരുന്നു. പക്ഷെ ഇപ്പൊ എനിക്കത് കൃത്യമായിട്ട് എനിക്ക് മനസ്സിലാകും. റാബീസ് ഉൾപ്പെടെയുള്ള എല്ലാ വൈറൽ രോഗങ്ങളും, സോക്കോൾഡ് വൈറൽ രോഗങ്ങളും നമുക്ക് പോസിറ്റീവായിട്ടുള്ള നമ്മുടെ ഈ പറയുന്ന ഫങ്ഷൻ നടത്താൻ വേണ്ടിയിട്ട് നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള അണുക്കളാണ്. സോ ഞാനതിലേക്ക് ഓരോന്നിലേക്ക് പോകുന്നില്ല, ഓരോ ഡിസീസ് പറഞ്ഞാൽ ഒത്തിരി ടൈം എടുക്കും. So 5th biological law is the quintessence, or the essence, or what you call the summary of the whole by 5 biological laws. എന്താണ്? Every disease, so-called disease, whether it is in humans or in animals, they are all programs of nature in order to get this individual out of this situation by a biological purpose. So ഇങ്ങനെ 5 biological laws ഉണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. അതുകൊണ്ട് ഒരു പ്രോഗ്രാമായിട്ട് ഓരോ രോഗത്തെയും കാണാൻ സാധിക്കുന്നു. അത് ഒരിക്കലും നമ്മളുടെ മദർ നേച്ചർ നമുക്കിട്ട് അനുകൂലമായിട്ടല്ലാതെ, അല്ലെങ്കിൽ നമുക്ക് ശത്രുതയോടുകൂടി നമുക്കിട്ട് പണി തരാനായിട്ട്, നമ്മളെ ബുദ്ധിമുട്ടിക്കാനായിട്ടല്ല.
ഈ രോഗം എന്ന പ്രതിഭാസം, ദി ഫിനോമിനൻ കോൾഡ് ഡിസീസ് ഉണ്ടാക്കിയിരിക്കുന്നത്, അല്ലെങ്കിൽ ഇത് ഈ പ്രകൃതി നമുക്ക് തന്നിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഇത് നമുക്ക് അറിയത്തില്ലാത്തത് കൊണ്ടും മനസ്സിലാക്കാത്തത് കൊണ്ടുമാണ് നമ്മളെല്ലാ രോഗലക്ഷണങ്ങളെയും, സ്റ്റാർട്ടിങ് ഫ്രം ദി പെയിൻ, ഫ്രം റെഡ്നെസ്, സ്വെല്ലിങ്, ഹീറ്റ്, എല്ലാത്തിനെയും നമ്മുടെ ശത്രുവായിട്ട് വെക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പോലും കുറച്ച് മരുന്ന് കൊടുത്തിട്ട് പനിയെ താഴ്ത്തണമെന്ന് നമ്മൾ വിശ്വസിച്ചിരിക്കുകയാണ്. ഏത് ബ്രയോണിയ, റെസ്റ്റോസ്, ആഴ്സനിക്ക ഇങ്ങനെ വിചാരിച്ചിരിക്കുകയാണ്. അതൊന്നും ഒരാവശ്യമില്ല. നമ്മളതിനെക്കുറിച്ച് പേടിക്കാതിരുന്നു. എല്ലാ കേസുകളിലും, ഫോർ എക്സാമ്പിൾ, ഏത് ഡിസീസിലും ഈ ഫിയർ എലമെന്റ് വളരെ കൂടുതലായിട്ടുള്ളതുകൊണ്ടാണ് നമുക്ക് പലപ്പോഴും നമ്മളെ പോളിക്രസിലേക്ക് ആഴ്സനിക്കം, അല്ലെ ഫിയർ ഓഫ് ഡിസീസ്, കാൽക്കേരിയ, ഫോസ്ഫറസ്, അങ്ങനെയുള്ള ചില റെമഡീസ് നമ്മൾ ഫ്രീക്വന്റ് ആയിട്ട് പോളിക്രസ് ആയിട്ട്, ബിക്കോസ് മോസ്റ്റ് ഓഫ് ദി പേഷ്യൻസ് ആർ സഫറിങ് ഫ്രം നോട്ട് ദി ഡിസീസ് ബട്ട് ഫ്രം ദി ഫിയർ ഓഫ് ഡിസീസ്. അപ്പൊ ഇതിനെ എലിമിനേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ഇതിനെ ഒന്ന് പുറത്ത് കടത്താനായിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന വലിയൊരു അനുഗ്രഹമാണ് GSK എന്ന് ഈ അവസരത്തിൽ ഞാൻ പറയുകയാണെങ്കിൽ. വേറൊരു വളരെ ക്യാരക്ടറിസ്റ്റിക് ആയിട്ടുള്ളത്, unless in the past unprecedentedly we are given with the importance of a brain. അപ്പോൾ ബ്രെയിനിന് വേണ്ട രീതിയിലുള്ള ഇമ്പോർട്ടൻസ് നമ്മുടെ പാഠ്യപദ്ധതികളിലൊന്നും തന്നിരുന്നില്ല. അപ്പോൾ ബ്രെയിനിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് ഇത്രയും നന്നായിട്ട് ഒരു ശാസ്ത്രം, അറിവ് നമുക്ക് തന്നിരിക്കുന്നത് ജർമ്മൻ ന്യൂ മെഡിസിനാണ്. അതുകൊണ്ട് അതൊന്നും വളരെ വിശദമായിട്ട് നമുക്ക് പോകാൻ സമയമില്ല. അതുകൊണ്ട് ഇതൊരു ഇൻട്രഡക്ഷൻ ആയിട്ട് നിങ്ങൾ കണക്കാക്കണം. അതുകൊണ്ട് ഈ സൈക്കി ബ്രെയിൻ ബോഡി സിങ്ക്രോണിസിറ്റി ഈസ് ദി കീ ഓഫ് GNM. നമ്മൾ പഠിച്ചിട്ടുണ്ടാവും സൈക്കിക് ഡിസീസസ്, അല്ലെങ്കിൽ മെന്റൽ ഡിസീസസ്. നമ്മൾ പഠിച്ചിട്ടുണ്ടാവും സർട്ടൻ ന്യൂറോളജിക്കൽ ഡിസീസസ്. വി ആർ വെരി മച്ച് അവെയർ ഓഫ് ദി ഫിസിക്കൽ ഡിസീസ്. ബട്ട് every disease has got this fulfilling what you call criterion എന്നുള്ളത് നമ്മളെ ആരും പഠിപ്പിച്ചിട്ടില്ല. That means every physical, let it be a diarrhea, let it be a knee joint pain, let it be a breast tumor, let it be a urinary tract infection. So whatever may be the physical symptoms, there is a corresponding part in the brain and there is corresponding change, very specific, very characteristic changes happening in the brain, and that is due to the psychic conflict. അപ്പൊ ഇതാണ് വളരെ സിമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ GHK. പക്ഷെ ഓരോ സോ കോൾഡ് ഡിസീസിലും എന്താണ് സംഭവിക്കുന്നത് എന്നുള്ള പഠനമാണ് നമുക്ക് വേണ്ടത്. അതിന്റെ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ കിട്ടിയാൽ ഇറ്റ് ഈസ് നോട്ട് ദാറ്റ് ഡിഫിക്കൾട്ട്, ബട്ട് ഇറ്റ് ഈസ് ഗോയിങ് ടു ബി വെരി ബെനിഫിഷ്യൽ ഫോർ യു. ഇനി നമ്മൾ എങ്ങനെയാണ് ഹോമിയോപ്പതി പ്രാക്ടീസിൽ GHK ഉപയോഗിക്കേണ്ടത്, അതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് 1 മണിക്കൂറിൽ അവശേഷിക്കുന്ന 1/2 മണിക്കൂർ കൊണ്ട് പറഞ്ഞു തീർക്കാനൊന്നും ഞാൻ മുതിരുന്നില്ല. നിങ്ങൾ മനസ്സിലാക്കുക, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞാണ്, എ ഗുഡ് ഹോമിയോപ്പത്ത് ക്യാൻ ബിക്കം എ ബെറ്റർ ഹോമിയോപ്പത്ത് ബൈ മേക്കിംഗ് യൂസ് ഓഫ് ദിസ് GHK നോളജ്. ഇത്രയാണ് എനിക്ക് ഗ്യാരണ്ടി ചെയ്യാൻ പറ്റും. അതെന്റെ കൺവിക്ഷനാണ്, എൻ്റെ ടെസ്റ്റിമണിയാണ്. എനിക്ക് ഐ ക്യാൻ പ്രസന്റ് 100 അല്ല 1000 കേസസ് എനിക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റും. വേറെ അല്ലെങ്കിൽ എവറി ഡേ ഇൻ മൈ ക്ലിനിക്, ഇൻ ഈച്ച് ആൻഡ് എവറി കേസ് ഐ ആം യൂസിങ് ദിസ് നോളജ്. ഞാൻ ഇന്ന് വന്ന ഒരു കേസിനോട് പറഞ്ഞാണ്, ഒരു സോറിയാസിസ് കേസ് വന്നു. ഓൺലി 17 years ഓൾഡ് ആയിട്ടുള്ള ഒരു പെൺകുട്ടി. അപ്പോ പണ്ടാണ് ഞാൻ ആ കുട്ടിയോട് തന്നെ പറഞ്ഞു, 10 വർഷം മുമ്പാണെങ്കിൽ ഞാൻ ഐ വുഡ് നോട്ട് ഹാവ് ഡെയർ ടു ടേക്ക് അപ്പ് യുവർ കേസ്. അത്ര ഭീകരമായിട്ടുള്ള ഒരു കേസാണ്, അത്ര ശരീരത്തിന്റെ മുഴുവൻ ഭാഗത്തും സ്പ്രെഡ് ആയിട്ടുള്ളതാണ്. ബട്ട് ആഫ്റ്റർ 1 month, 4 weeks, her father, her sister are giving result of 40% improvement. 10% improvement every week. What is improvement? എല്ലാം അതൊക്കെ കറക്റ്റ് ഓർഡർ, എന്താ പറയുക, ഹെറിങ്സ് ലോ ഓഫ് ഡയറക്ഷൻ ഓഫ് ക്യൂർ അനുസരിച്ചിട്ട് തന്നെ അത് ഡിസപ്പിയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. I could select a correct remedy, I could give the medicine, I could give the therapy only because of my knowledge of. So I know it is separation conflict. അപ്പൊ നമുക്ക് ചോദിച്ചാൽ മതി, നാട് കയറി എന്താ കാട് കയറി എല്ലാ കാര്യങ്ങളും ഹീറ്റാണോ കോൾഡാണോ ഇതൊന്നും അറിയേണ്ട കാര്യമില്ല. അല്ലെ ഫാമിലി ഹിസ്റ്ററി എടുത്ത് ഗ്രാൻഡ് പാരൻസ് ഹിസ്റ്ററി ഒരാവശ്യമില്ല. നമുക്ക് മ്യാസമൊക്കെ മനസ്സിലാകും. അപ്പം മ്യാസത്തിലൂടെ ഈ പർട്ടിക്കുലർ കേസിനെടുത്ത് വളരെ ഈസി ആയിട്ട് നമുക്ക് ഡിസീസ് ഡയഗ്നോസ് ചെയ്യാൻ പറ്റും. Thereafter, so-called GHK therapy is very important, where we need to employ the psychic resolution is our aim, and very often it will not happen, and that is where Dr. Hammer only has told that there is a spiritual resolution. ഞാൻ അങ്ങനെ ഇത് പറയുന്നില്ല, പല
മെറ്റാഫിസിക്കൽ തോട്ട്സിലും അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടാവും, അല്ലെങ്കിൽ അങ്ങനെ ധാരാളം മെത്തഡോ അല്ലെങ്കിൽ മൊഡാലിറ്റീസ് ഉണ്ട്. ഇപ്പോൾ പ്രെയർ ഉപയോഗിക്കുന്നവരുണ്ട്, ഫെയ്ത്ത് ഹീലിംഗ് എന്ന് പറയുന്നവരുണ്ട്, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ഗുരൂസ് ആർ ഡിഫറെൻറ്റ് സന്യാസ സ്പിരിച്വൽ ഗുരൂസ് ആർ ദേ ക്യാൻ ക്യൂർ ദ ഡിസീസ് without using any homeopathy remedy also. That was what Dr. Hammer was doing. ഹാമർ ഒരിക്കലും ഹോമിയോപ്പതിയെ കുറിച്ച് അറിഞ്ഞെന്ന് ഇതുവരെയും എനിക്കൊരു അറിവ് കിട്ടിയിട്ടില്ല, ഹോമിയോപ്പതിയെ കുറിച്ച് അറിയുന്നു. അപ്പം നമ്മൾ ഹോമിയോപ്പതി മെഡിസിൻ കൊടുക്കുന്ന ആ ഒരു അല്ലെ ഹോമിയോപ്പതിയുടെ ഇമ്പോർട്ടൻസ് അറിഞ്ഞൊരു വ്യക്തി എന്നുള്ള നിലയിൽ ഞാൻ അതിൽ തന്നെ ഇൻസിസ്റ്റ് ചെയ്തുകൊണ്ടാണ് ഡോക്ടർ കാരോളിൻ ആയിട്ട് എനിക്ക് പാർട്ട് ചെയ്യേണ്ടതായിട്ട് വന്നത്. ബിക്കോസ് ഐ വാസ് ടേക്കൺ ആസ് വൺ ഓഫ് ദി members of her teaching faculty, but I had to quit her group only because of I cannot quit my homeopathy. That's the thing. അപ്പോൾ ഡോക്ടർ ഹാമറിന് ഹോമിയോപ്പതി അറിയാമായിരുന്നു എനിക്കറിയത്തില്ല. ഇതുവരെ ഞാൻ അങ്ങനെ ഒരു കൺഫോർമേറ്റീവ് ആയിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടിയിട്ടില്ല. അപ്പം അദ്ദേഹം ഒരു കൺസൾട്ടേഷൻ കഴിഞ്ഞ് ഒരു തെറാപ്പി കഴിഞ്ഞിട്ട് പേഷ്യന്റിനെ വീട്ടിലേക്ക് വിടുമ്പോൾ അദ്ദേഹം കൊടുത്തുവിട്ടിരുന്നത് അദ്ദേഹത്തിന്റെ മ്യൂസിക് തെറാപ്പിയാണ്. ഹി ഹാഡ് എ വെരി 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 ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരു ടീച്ചർ ഉണ്ടായിരുന്നു, ജിയോവാന കോണ്ടി എന്നാണ് അവളുടെ പേര്. ഷീ സ്റ്റിൽ ദെയർ ആസ് എ ടീച്ചർ. They insist or they give more importance for the music therapy. അതായത് ഒരു പ്രത്യേക ഡെസിബലിൽ ഒരു മ്യൂസിക് ഡൗൺലോഡ് ചെയ്ത് ഓരോ പ്രത്യേക കേസിനും, മോസ്റ്റ് ഓഫ് ദി കേസസ് ഒരു പ്രത്യേക ഫ്രീക്വൻസിയിലുള്ള മ്യൂസിക് ഡൗൺലോഡ് ചെയ്ത് അത് പ്ലേ ചെയ്യാം. when the patient is sleeping, when the patient is in his room, അങ്ങനെയുള്ള സമയത്തെല്ലാം ഇത് വെച്ചു കൊടുക്കുക. ദാറ്റ് ഈസ് അവിടെ നിന്നൊക്കെ എത്രയോ ഉയരങ്ങളിലാണ് നമ്മുടെ സ്കോപ്പ് ഓഫ് ഹോമിയോപ്പതി. ബിക്കോസ് ദാറ്റ് ഈസ് ഗോയിങ് ടു ദി ഫണ്ടമെന്റൽ. ആ ഡൈനാമിക് ലെവലിലേക്ക് പോയിട്ട് ആ ഡീവിയേഷനെ മാച്ച് ചെയ്യുന്ന ആ വ്യാസം കൺസിഡർ ചെയ്തിട്ട് നമ്മൾ കൊടുക്കുമ്പോൾ വി ഹാവ് ഗോട്ട് എ വെരി വാല്യുബിൾ. അതുകൊണ്ട് തന്നെയാണ് എൻ്റെ കൺവിഷൻ നിങ്ങളോട് പറയുന്നത്, ഇൻ ഫ്യൂച്ചർ the future medicine, so-called medicine, will be one with GNM and homeopathy എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. ആ വിശ്വാസമാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാനായിട്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഒരു കൊളാബറേറ്റീവ് ആറ്റിറ്റ്യൂഡ് ടു GHK ഉണ്ടാവണം. ഇത് നിങ്ങൾ പഠിക്കണം. ആരും പഠിപ്പിക്കാനായിട്ട് വെയിറ്റ് ചെയ്യരുത്. ഇപ്പോൾ ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ള, if someone is desirous of becoming an artist, for example, a musician, a singer, nobody can teach her provided she takes the initiative and she starts learning. അങ്ങനെ ഒരു പഠിക്കുന്ന സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ we are here, or everyone will be helping them. We have already shortlisted 20 homeopathic doctors who are already using and who are already shown their readiness to be faculty members. അപ്പോൾ ആ ഒരു ഫാക്കൽറ്റിയുടെ സ്ട്രെങ്ത് കൊണ്ടാണ് ഞാൻ നിങ്ങളെല്ലാം ഇൻവൈറ്റ് ചെയ്യുന്നത്. യു കം, ദെൻ എവറി കേസ് വിൽ ബി ഡിസ്കസ്ഡ് ആൻഡ് every week there will be a class for 1 hour from starting most probably in August, and we'll be continuing in every day. At present there exists already a course that is a paid course. Every Sunday we are having a class at 8 o'clock every Sunday. That is for the public. Public means not homeopaths only. ഓക്കെ, ഡോക്ടർ ശ്രീകുമാർ എന്നോട് ചോദിച്ചിരിക്കുന്നത് റാബിസിന്റെ കോഴ്സ് പറയാനായിട്ട്. അദ്ദേഹത്തുമായിട്ട് ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഇപ്പൊ ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകാം, 1 മിനിറ്റ് എടുക്കത്തില്ല. റാബിസ് എന്ന് പറയുന്നത് ആരാണ് കണ്ടുപിടിച്ചത്? നിങ്ങൾ നീഗ്രി ബോഡീസ് ബ്രെയിനിലുണ്ടെന്നൊക്കെ പറഞ്ഞു, COVID-19 വന്നു എന്നൊക്കെ പറഞ്ഞു, നമ്മളെല്ലാവരും അത് വിശ്വസിച്ചു. എന്നാൽ ഈ കുഞ്ഞു കുട്ടിയെ, 5 വയസ്സ് 6 വയസ്സ് 7 വയസ്സുള്ള കുട്ടിയെ ഒരു പട്ടി ആക്രമിച്ചു എന്നുള്ള ആ ഒരു കോൺഫ്ലിക്റ്റ് ആരും പരിഗണിക്കുന്നില്ല. അത് GNM മാത്രമേ പരിഗണിക്കുന്നുള്ളൂ. അപ്പൊ അതിനുശേഷം ഉണ്ടാകുന്ന ചേഞ്ചസ് എല്ലാമാണ് ഡിസീസ് എന്ന് പറയുന്നത്. ദാറ്റ് ഓൾ അട്രിബ്യൂട്ടഡ് ടു എ പർട്ടിക്കുലർ ഓർഗാനിസം ഓർ പർട്ടിക്കുലർ വൈറസ്. ദാറ്റ് ഈസ് വാട്ട് മേക്സ് ദി സോ കോൾഡ് ഡിസീസ് കോൾഡ് റാബിസ്. അപ്പൊ ഒരാൾ അറ്റാക്ഡ് ആയാൽ എന്തെല്ലാം ചേഞ്ചസ് വരും? വാട്ട് ബി ദി ഫ്രൈറ്റ് സിറ്റുവേഷൻസ്? വൈ വി ആർ വറീഡ് അബൌട്ട് ദാറ്റ് പർട്ടിക്കുലർ ഓർഗാനിസം വിച്ച് നോബഡി ഹാസ് സീൻ? Nobody has seen, nobody has isolated. I challenge. Oh, this is rabies virus. And when it is injected to another individual, it will produce similar symptoms. No, that is nowhere there. അങ്ങനെ ഒരു വൈറസും ഇല്ല. എല്ലാം ഇൻഡയറക്ട്ലി ആന്റിജൻ ആന്റിബോഡി ഇങ്ങനെയൊക്കെ എടുത്തിട്ടാണ് പറയുന്നത്. അത് എ ബിഗ് ടോപ്പിക്. ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഡോക്ടർ ശ്രീകുമാർ ക്ഷമിക്കണം, നമുക്ക് പേഴ്സണലായിട്ട് സംസാരിക്കാം. ഓക്കെ. അപ്പോൾ ഇനി എനിക്ക് പറയുവാനുള്ളത്, for the personal growth of your vocation, I repeat that word,
നിങ്ങളുടെ ദൈവവിളി എന്ന് പറയാം, നിങ്ങളെ ഡോക്ടറായിട്ട് നിങ്ങളെ വിളിച്ചിരിക്കുന്ന ഈ സന്ദർഭത്തിൽ, നിങ്ങളെല്ലാം ഹോമിയോപ്പതി ഡോക്ടേഴ്സായിട്ട് ഇവിടെ വന്നിരിക്കുന്ന സന്ദർഭത്തിൽ നിങ്ങളിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് മനുഷ്യനെ ചീറ്റ് ചെയ്ത് കുറച്ച് നാൾ എന്തെങ്കിലും കുറച്ച് പണം ഉണ്ടാക്കി ദീപസ്തംഭം മഹാശ്ചര്യം എനിക്കും കിട്ടണം പണം എന്ന് പറയാനല്ല. യുവർ പ്രൊഫഷൻ ഇസ് എ നോബിൾ പ്രൊഫഷൻ. You should not be cheated. At the same time, you are not entitled, or you are not having the moral entitlement to cheat others also. അതുകൊണ്ട് മറ്റുള്ളവരുടെ സത്യം പറയണം. അതുകൊണ്ട് സത്യത്തിന് വേണ്ടിയിട്ടുള്ള അന്വേഷണം തുടർന്നുകൊണ്ടേയിരിക്കണം. ഏതെങ്കിലും ഒരു ടെക്സ്റ്റ് ബുക്കിൽ ആരെങ്കിലും എഴുതി വെച്ച് അത് വിശ്വസിക്കേണ്ടത് യുവർ ഓൺ പ്രാക്ടീസ്, യുവർ ഓൺ എക്സ്പീരിയൻസിൽ നിന്നും യെസ് ഹൗ ദിസ് ഇൻഡിവിജ്വൽ ക്യാൻ ബിക്കം സിക്ക്. അപ്പോൾ അത് ഒരു സൈക്കിക് component also is there. It is not a physical thing. ഞാൻ പറഞ്ഞല്ലോ, ഒരു ഇഞ്ചുറി ഉണ്ടായി, that is not a natural disease. ഇഞ്ചുറി or trauma or injury, burns, etc. അല്ലെങ്കിൽ ടോക്സിൻസ് including animal poisoning, mineral or chemical poisoning, ഇതെല്ലാം ഡിസീസ് ലൈക്ക് സിംറ്റംസ് ഉണ്ടാകും. May be admitted in a hospital, including malnutrition, needing supplements. They are not in natural diseases. നമ്മൾ നാച്ചുറൽ ഡിസീസിനെ കുറിച്ച് മാത്രമാണ് പറയുന്നത്. വേർ ക്യാൻസർ കംസ്, ഓൾ ദി സോ കോൾഡ് ഇൻഫെക്ഷൻ ഡിസീസസ് കംസ്. എല്ലാ രോഗങ്ങളും 100% രോഗങ്ങളും സൈക്കിക് റീസൺ കൊണ്ട് അല്ലെങ്കിൽ ബയോളജിക്കൽ കോൺഫ്ലിക്ട്സ് കൊണ്ട് മാത്രമേ ഉണ്ടാകത്തുള്ളൂ എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് അല്പം പോലും സംശയമില്ല. അതുകൊണ്ട് അത് നിങ്ങളിലേക്ക് പകരാൻ വേണ്ടിയിട്ടുള്ള ആഗ്രഹത്തിലാണ് ഞാൻ ഇങ്ങനെ ഒരു ക്ലാസ് എടുക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ഉന്നമനം, അതിൻ്റെ അകത്ത് ഫിസിക്കൽ ഉന്നമനമുണ്ട്. വളരെ സങ്കടമുണ്ട്. ഡോക്ടേഴ്സ് നല്ല ശതമാനം, ഞാൻ കുറെ നാളായി ബി പിയുടെ ഇത്രയേ ഉള്ളൂ ഡോക്ടറെ മരുന്ന് കഴിക്കുന്നു, ചെറിയ ഗുളികയേ ഉള്ളൂ ബി പിയുടെ ഗുളിക. ദേ ഡോണ്ട് നോ വൈ ദേ ഷുഡ് ടേക്ക്. ഇല്ല ഡോക്ടറെ, ഞാൻ ദിവസം രാവിലെ എണീറ്റ് ഒരു പ്രാവശ്യം പഫ് അടിച്ചില്ലെങ്കിൽ എനിക്ക് അന്നത്തേക്ക് ശ്വാസം മുട്ടും. ഡോക്ടേഴ്സ് ഉണ്ട് അങ്ങനെ പറയുന്നത്. So they don't know what is the reason for a bronchitis. They do not know what is bronchial asthma. നമ്മൾ പഠിച്ച അലർജി കൊണ്ട് ബ്രോങ്കിയൽ ആസ്മ ഉണ്ടാവും, അല്ലെങ്കിൽ ക്ലൈമറ്റ് ചേഞ്ചിലുണ്ടാവും. ഒന്നുമില്ല, ക്ലൈമറ്റ് ചേഞ്ചും ഇല്ല, പൊടി അടിച്ചാലും വരത്തില്ല. സോ വാട്ട് ഈസ് ഡസ്റ്റ് അലർജി? വാട്ട് ഈസ് അലർജി? ഇപ്പൊ ആ കാറ്റഗറി പറഞ്ഞാൽ പല പ്രാവശ്യം പറഞ്ഞതാണ്. നമ്മളെ എല്ലാം തെറ്റിദ്ധരിപ്പിച്ചിട്ടുള്ള ജനറ്റിക്, സോ കോൾഡ് ജനറ്റിക് ഡിസീസസ്, സോ കോൾഡ് വാട്ട് യു കോൾ മെറ്റാസ്റ്റാറ്റിക് stasis theory, infectious theory, autoimmune disease or immune system theory, diet theory, exercise. അയ്യോ, രാവിലെ ഇങ്ങനെ ജോഗിങ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ കാര്യം പോക്കാണ്. നമുക്ക് സിമ്പതൈസ് ചെയ്യാനേ പറ്റുള്ളൂ. രാവിലെ 2 മണിക്കൂർ ഇങ്ങനെ ഓടി 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 ആരോഗ്യം പരിരക്ഷിക്കാനായിട്ട് പോകുന്നത്. നോ, മോർ ദാൻ ഓൾ ഇറ്റ്സ് ഗുഡ്. എക്സസൈസ് അല്ലെങ്കിൽ ഇതൊന്നും മോശമാണെന്നല്ല ഞാൻ പറയുന്നത്. ബട്ട് വി ആർ ഗിവിംഗ് ടു മച്ച് ഇമ്പോർട്ടൻസ് ടു ദീസ് സില്ലി തിങ്സ് ലൈക്ക് ഫിസിക്കൽ എക്സർഷൻ, അല്ലെങ്കിൽ എക്സസൈസ്, ഡയറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചോദ്യം ചെയ്യുക. വെദർ ഇറ്റ് ഈസ് റിക്വയർഡ്. എന്തുകൊണ്ട് ഒരാൾ കുഴഞ്ഞു വീണ് മരിക്കുന്നു? അയാൾ നല്ല ഫിസിക്കലി ഫിറ്റായിരുന്നു. എന്തുകൊണ്ട് അയാൾ കുഴഞ്ഞു വീണ് മരിക്കുന്നു? വൈ ഹി ഗോട്ട് എ ഹാർട്ട് അറ്റാക്ക്? ദെൻ വാട്ട് ഈസ് ഹാർട്ട് അറ്റാക്ക്? സോ ഇറ്റ് ഈസ് ടെറിട്ടോറിയൽ ലോസ് കോൺഫ്ലിക്റ്റ്. എവിടെയെങ്കിലും നമ്മൾ പഠിച്ചിട്ടുണ്ടോ? നമ്മൾ പ്രാക്ടീസ് ഓഫ് മെഡിസിൻ പഠിച്ചപ്പോൾ എനി ടെറിട്ടോറിയൽ ലോസ് കോൺഫ്ലിക്റ്റ്, യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ, സോ കോൾഡ് UTI, അതിൻ്റെ അകത്ത് ടെറിട്ടോറിയൽ മാർക്കിംഗ് കോൺഫ്ലിക്റ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ടോ? എക്സിമയുടെ ബിഹൈൻഡ് ആയിട്ട് ഇറ്റ് ഈസ് സെപ്പറേഷൻ കോൺഫ്ലിക്റ്റ്, എവിടെയെങ്കിലും നമ്മൾ പഠിച്ചിട്ടുണ്ടോ? ബ്രസ്റ്റ് ക്യാൻസർ, it is separation conflict, the ductal carcinoma and nest worry conflict in the case of adenoid അല്ലെങ്കിൽ glandular carcinoma. പഠിച്ചിട്ടുണ്ടോ? ഇല്ല. അങ്ങനെ other thousands of diseases we are not given the right knowledge. അതറിയണ്ടേ? ഇതാണ് എൻ്റെ ചോദ്യം. ഇതറിയണമെങ്കിൽ GNM പഠിച്ചേ തീരൂ. GNM-ലൂടെ മാത്രമാണ് ഈ എംബ്രിയോളജി ആയിട്ട് റിലേറ്റ് ചെയ്ത് ഈ 5 ബയോളജിക്കൽ ലോസ് ഉപയോഗിച്ച് പറഞ്ഞു. സോ ഹോമിയോപ്പതി ആൻഡ് GHK can very well go together. They can marry together. Therefore, എൻ്റെ whole theme ഇങ്ങനെയാണ്. It is high time for a divorce from so-called, ഞാൻ വീണ്ടും ക്യാരക്ടറിസ്റ്റിക്സ് ഒന്നും പറയുന്നില്ല, അലോപ്പതി, and remarry to the
വർത്തി, എല്ലാ ആസ്പെക്റ്റിലും വളരെ ക്രെഡൻഷ്യൽസ് ഉള്ള വർത്തി ആയിട്ടുള്ള ഒരു ബ്രൈഡ് ഗ്രൂമിനെ ഞാൻ പ്രൊപ്പോസ് ചെയ്യുകയാണ്. അതാണ് GNM. So consider marrying your homeopathy with GHK so that you can serve the humanity in a better manner. അത് സെൽഫ് ഹെൽത്തിന് വേണ്ടി. എനിക്ക് നല്ല പ്രായമായിട്ട്, ഞാനിന്ന് 72 years ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. എനിക്കൊരു 10 വർഷം അല്ലെങ്കിൽ 2015 ഞാൻ ഓസ്ട്രിയയിൽ ചെല്ലുമ്പോൾ അന്ന് എൻ്റെ ക്ലാസ്സിൽ പുള്ളിക്കാരത്തി വളരെ ഡിയർ ടു ഞങ്ങളുടെ ടീമാണ്. പുള്ളിക്കാരത്തി ഞങ്ങളുടെ ടീം മെമ്പർ ആയിരുന്നു. ഷീ സ്റ്റിൽ ലിവിങ്. പക്ഷെ അന്ന് ഞങ്ങൾ ഒരു ക്ലാസ് കഴിഞ്ഞിട്ട് ഞാനും ഡോക്ടർ ആൽവിൻ, ഈസ് എ കൈറോ പ്രാക്ടീഷണർ, സെക്കൻഡ് ടു ഡോക്ടർ കാരോളിൻ, ഞങ്ങൾ 3 പേരും കൂടെ ഒരു ഹിൽ മല കയറാനായിട്ട് പോയി. സമയം ഉണ്ടായിരുന്നുകൊണ്ട് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ലേഡി, ഷി വാസ് സം 72, 73, 74 ആയിരുന്ന സമയത്ത് പുള്ളിക്കാരത്തി കയറി പോകുന്നതാണ്. ഞാൻ ചോദിച്ചു, വൈ യു കുഡ് ഓർ ഹൗ യു കുഡ് ഡു ദിസ്? പുള്ളിക്കാരത്തിനോട്, വർഗീസ്, ഇറ്റ് ഈസ് ഓൺലി ബിക്കോസ് ഓഫ് GNM. ഐ ഡിഡ്ന്റ് അണ്ടർസ്റ്റാൻഡ് എനിത്തിങ്. എന്തിനാ ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, വിത്ത് GNM യു ക്യാൻ ബി ഫ്രീ ഫ്രം ഡിസീസസ്, എനി ഡിസീസ്. നിങ്ങൾക്ക് നടുവേദന ഉണ്ടായെങ്കിൽ ഉടനെ യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് വൈ ഇറ്റ് ഈസ് ആൻഡ് യു ക്യാൻ റിസോൾവ് ഇറ്റ്. നെക്ക് പെയിൻ ആണോ? ഇറ്റ് ഈസ് ഇന്റലക്ച്വൽ സെൽഫ് ഡീവാലുവേഷൻ. ഡോർസൽ സ്പൈൻ സ്പോണ്ടിലോസിസ് ആണോ? That is the core of the individual is self-devaluation. Lumbar region ആണോ? That is lack of support. Sacral region ആണോ? അല്ലെ back of the pelvis ആണോ? Something with related to the sexuality. Ischial tuberosity, something related to your position, sitting. ഇങ്ങനെയൊക്കെ രോഗത്തെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനും, അപ്പം ഡയറക്ട്ലി ജസ്റ്റ് ആസ് എ നമുക്ക് അസ്ട്രോളജർ പറയുന്ന പോലെ മുഖത്ത് നോക്കി ചോദിക്കാൻ പറ്റും. വാട്ട് അബൌട്ട് യുവർ self-devaluation? What happened to your self-esteem? What happened to your confidence? You are having a lot of depreciation, self-depreciation about yourself. Why? Then he will give the story, his story, that story. Oh, this is what happened. ഒരു കേസ് പെട്ടെന്ന് വന്നപ്പോഴത്തേ പറയാൻ ഞാൻ ക്വസ്റ്റ്യൻ ആൻസറിലേക്ക് പോകുന്നുണ്ട്. ഞങ്ങൾ ഒരു തീരം, ഞാൻ ഹോമിയോപ്പതിയിൽ GSK പഠിച്ചു തുടങ്ങിയ കാലത്ത് ഞങ്ങൾക്കൊരു ക്യാമ്പ് ഉണ്ടായിരുന്നു. തീരം ക്യാമ്പാണ്, അല്ലെ തീരം ഗ്രൂപ്പാണ്. എൻ്റെ എല്ലാ സെമിനാറുകളും കണ്ണൂർ നടത്തിയത്, എറണാകുളത്ത് 2 പ്രാവശ്യം നടത്തിയതൊക്കെ. പിന്നെ അത് അസ്തമിച്ചു. തീരത്തിലെ ഗ്രൂപ്പുകളാണ് എൻ്റെ ഈ ഗ്ലോബൽ GNM ഇന്ത്യ എന്ന് പറയുന്ന ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ ഞങ്ങളുടെ ഒരു ടേബിളെ വന്ന ഒരു കേസായിരുന്നു. ഷി വാസ് എ മുസ്ലിം ഗേൾ. സോറി ഫോർ ടെല്ലിങ് ദാറ്റ് the name of the community, where she had a sister, elder sister. She is already married to a very mighty, very powerful, very dictatorial, very controlling, very powerful, very rich man. ആ ആളെ മാരീഡ് ആയതിന്റെ ഫലമായിട്ട് എന്താണ്, ഈ അനിയത്തി ഓൾസോ ഹാസ് ടു ബി ഹിസ് വൈഫ് whenever he wants. But just like ഒരു വൈഫായിട്ട് അവൾക്ക് വീട്ടിൽ പെരുമാറേണ്ട വന്നു. Whenever he wants, she enjoyed her. ഇത് ചേച്ചിക്കറിയാം, ഇത് ഉമ്മയ്ക്കറിയാം. ഉമ്മ പറയുന്നത് it is because of your character that he is approaching you like this. Sister is helpless because he is the only earning member. So you just imagine an unmarried girl. She was a medical student in one of our homeopathy colleges. She came for the 2 or 3 years of very severe backache. So I could very easily ask, what is your self-devaluation that is happening? അപ്പോഴാണ് ഹിസ്റ്ററി പറയുന്നത്. അതുകൊണ്ട് നമുക്ക് വളരെ പിൻ പോയിന്റഡ് ആയിട്ട് കൃത്യമായിട്ട് നമുക്ക് കോൺഫ്ലിക്റ്റ് ചോദിക്കാനും മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ദാറ്റ് ഇസ് ഓൾ അബൌട്ട് ദി കോർ ഓഫ് ദി ഇൻഡിവിജ്വൽ. ആ വ്യക്തിയെ സംബന്ധിച്ച് ഇനി ജീവിതമില്ല, ഇനി മാരീഡ് ലൈഫില്ല, ഇനി എവറിത്തിങ് ലോസ്റ്റ്. അതാണ് അതിന്റെ കാരണം. Then about not only your health, your dear and near ones. When your father becomes sick, when your mother becomes sick, you can understand what exactly happened with my mother, my small kids, my relatives, my spouse, ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എന്തൊരു സുഖമാണ്, എന്തൊരു എളുപ്പമാണ്. Then that individual has to try to resolve that conflict. Then she becomes normal, because nature doesn't do anything harmful for us. Nature is friendly, mother nature, and therefore we don't need to be scrupulous about the symptoms, so-called symptoms which we call diseases. അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി
നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി, ഡിയർ ആൻഡ് നിയർ വൺസിന് വേണ്ടി, പിന്നെ ഓഫ് കോഴ്സ് നിങ്ങളുടെ ക്ലയൻസ്, ബിക്കോസ് ഓൾ ഓഫ് യു ആർ ഹോമിയോപ്പതി പ്രാക്ടീഷണേഴ്സ്. അപ്പൊ നിങ്ങളുടെ അടുത്ത് വരുന്ന ക്ലയൻസിനോട് നിങ്ങൾ ജസ്റ്റിഫൈ ചെയ്യണമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും GSK പഠിച്ചിരിക്കണം. അങ്ങനെ നിങ്ങൾക്ക് എന്നെ പോലെ കുറച്ച് സമയവും മനസ്സും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ഗ്ലോബൽ സ്പ്രെഡിന് വേണ്ടിയിട്ട് in order to outreach millions of people, നമ്മൾ 8 ബില്യൺ പീപ്പിൾ ഉണ്ടെന്നാണ് കണക്കാക്കുന്നത്. 8 ബില്യൺ പീപ്പിളുടെ അടുത്തും GSK എത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം, മിഷൻ ആൻഡ് വിഷൻ. ഓക്കെ, ഞാൻ ചുരുക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങളുടെ ഗ്ലോബൽ GSK ഫൗണ്ടേഷനിലേക്ക് നിങ്ങളെല്ലാവരും ജോയിൻ ചെയ്യുക, നമുക്ക് ഒരുമിച്ച് മുന്നേറാം. അതുകൊണ്ട് നിങ്ങളുടെ സുഹൃത്തുക്കളായിട്ടുള്ള ഹോമിയോപ്പത്സിനെ GSK പഠിക്കാനായിട്ട് നിങ്ങൾ പ്രേരിപ്പിക്കണം. ഗ്ലോബൽ GSK ഫൗണ്ടേഷന്റെ പ്ലാറ്റ്ഫോമിൽ നടത്തപ്പെടുന്ന എല്ലാ എഡ്യൂക്കേഷണൽ പ്രോഗ്രാംസിലും നിങ്ങൾ പങ്കെടുക്കണം. നിങ്ങളുടെ പ്രാക്ടീസ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അതിലൂടെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ദാറ്റ് ക്യാൻ റിയലി മേക്ക് എ ഡിഫറൻസ് ഇൻ ദി പീപ്പിൾസ് ലൈഫ്സ്. അപ്പോൾ ജനങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും സാധിക്കും എന്നുള്ളതാണ് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് മുന്നേറാം. ഒരുമിച്ച് ഈ പറയുന്ന നമുക്ക് കിട്ടിയിരിക്കുന്ന വലിയൊരു അനുഗ്രഹമായിട്ട്, ഒരു റെവലേഷൻ എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ പലപ്പോഴും പറയാറുള്ള എൻ്റെ ജീവിതത്തിലെ 2 പ്രോഫറ്റ്സിനെ പറയുകയാണെങ്കിൽ, 1 ഈസ് ഡോക്ടർ ഹാനിമൻ, നമ്പർ 2 ഈസ് ഡോക്ടർ ഹാമർ. ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ് ബോത്ത് ഓഫ് ദം. അപ്പോൾ ഈ 2 ലെജൻസും 2 പ്രോഫറ്റ്സും നമുക്ക് തന്നിരിക്കുന്ന ഡിവൈൻ ആയിട്ടുള്ള നോളജ്, അതുകൊണ്ടാണല്ലോ ദൈവികമായിട്ടുള്ള കാര്യങ്ങൾ റിവീൽ ചെയ്യുന്നവരെയാണ് നമ്മൾ പ്രോഫറ്റ്സ് എന്ന് പറയുന്നത്. സോ വാട്ട് വി ആർ given with, what we are equipped with is the real revolutionary knowledge of GSK from God or from heaven to this earth. നമുക്ക് വേണ്ടിയിട്ട് കിട്ടിയിരിക്കുന്ന അനുഗ്രഹമാണ്. അത് പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എപ്പോഴും പറയാറുള്ള, അതും കൂടെ പറഞ്ഞു നിർത്തേക്കാം. I always believe that GSK is what you call greatest discovery in this human history, and spreading it is the greatest humanitarian service that you can give to this humanity before you die. And therefore, with these words, ഞാൻ അവസാനിപ്പിക്കുന്നു. എന്നെ ഇത്രയും നേരം ശ്രവിച്ച ഏതാണ്ട് 28 പേരുണ്ട്. സന്തോഷമുണ്ട്. അപ്പോൾ ഇത്രയും പേരോട് എനിക്ക് പങ്കുവെക്കാൻ സാധിച്ചു, അത് സന്തോഷമുണ്ട്. ഞാൻ നിർത്തുന്നു. ഏത് ചോദ്യം വേണമെങ്കിലും ചോദിക്കാം, എത്ര സമയം വേണമെങ്കിലും ഞാൻ തയ്യാറാണ്. ഡോക്ടർ അനിത, you can ask or you can take the questions. എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ഒന്നെങ്കിൽ ചാറ്റ് ബോക്സിൽ ഇടുക, അല്ലെങ്കിൽ അൺമ്യൂട്ട് ചെയ്തിട്ട് സാറിനോട് ചോദിക്കാം. സർ നമസ്തേ. ഞാൻ നേരത്തെ തന്നെ ഒരു കഴിഞ്ഞ ക്ലാസ് സാറിന്റെ കേട്ടപ്പോൾ തന്നെ ഒരു ചോദ്യം, അല്ലെ നമ്മുടെ സ്വന്തം അനുഭവത്തിൽ നിന്നും കൂടെ ഉള്ള ഒരു ലൈറ്റ് ഇല്ലാതെ. അപ്പോ അങ്ങനെ ഒരു ചോദ്യം, ഒരു കണക്ഷൻ ഒന്ന് ചോദിക്കാനാണ് സാർ. ഇപ്പൊ ഹോമിയോപ്പതിയും GNM-ഉം കൂടെ നമുക്ക് ഒരുമിച്ച് ചേർത്ത് കഴിഞ്ഞാൽ അത് ബെനിഫിഷ്യൽ ആയിട്ട് വരും എന്ന് സാറിന്റെ അനുഭവത്തിൽ നിന്ന് സാർ മനസ്സിലാക്കി. ഇതുപോലെ തന്നെ ഈ ബയോളജിക്കൽ ലോസ് അനുസരിച്ച് ശരീരത്തിന് അല്ലെങ്കിൽ ഒരു വ്യക്തിയെ കറക്റ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ് നാച്ചുറോപ്പതി. അപ്പോൾ ഈ നാച്ചുറൽ ഹീലിംഗ് മെത്തേഡ്സും കൂടെ ഇതിൻ്റെ കൂടെ നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്താൽ ഒന്നുകൂടെ മെച്ചമായിരിക്കില്ലേ എന്നുള്ള ഒരു. ഇതിനൊന്നും ഞാൻ എതിരല്ല, വിരോധമില്ല. എനിക്ക് നാച്ചുറോപ്പതിയെ കുറിച്ച് അറിയത്തില്ല. കാരണം നാച്ചുറോപ്പതി ജേക്കബ് വടക്കാഞ്ചേരി എൻ്റെ ഫ്രണ്ടാണ്. എനിക്കിവിടെ തന്നെ വളരെ ക്ലോസ് ആയിട്ടുള്ള നാച്ചുറോപ്പത്സ് ഉണ്ട്. ഡോക്ടർ SK മാധവൻ എന്ന് പറയും. ഇവരിൽ നിന്നൊക്കെ അറിഞ്ഞിട്ടുള്ളൊരു കാര്യം, they are giving too much importance for the diet and the food is the main cause of disease എന്ന് പറയുന്നതുകൊണ്ട് എനിക്ക് യോജിക്കാൻ സാധ്യമല്ല. നമ്മള് ഹിപ്പോക്രൈറ്റ്സ് പറഞ്ഞ പോലെ ദൈ ഫുഡ് ഈസ് ദൈ മെഡിസിൻ എന്ന് പറയുന്നുണ്ട്. അപ്പൊ ആ ഒരു കറക്ഷനും കൂടെ ഇതിനോടൊപ്പം വരുത്തിയാൽ ബെനിഫിഷ്യൽ ആകില്ലേ എന്നുള്ളതാണ് ഞാൻ ചോദിച്ചത്. എന്ന് ഞാൻ പറഞ്ഞില്ലേ regarding 3 things, അതായത് malnutrition. If the nutrition is not proper, not okay, then we have to correct it. അതിന് എല്ലാ ഹോമിയോപ്പതി ഡോക്ടർക്കും അറിയാം, GNM പ്രാക്ടീഷണർക്കും അറിയാം, ഫുഡ് ഈസ് an important thing. പക്ഷേ the importance given to
ദി ഡയറ്റ് എല്ലാ രോഗങ്ങൾക്കിടെയും കാരണം ഫുഡാണെന്ന് പറയുമ്പോൾ എനിക്ക് അതിനോട് യോജിക്കാൻ പറ്റത്തില്ല. അതിൽ ഞാൻ യോജിച്ചില്ലെന്ന് വിചാരിച്ചുകൊണ്ട് പ്രകൃതി ചികിത്സയിൽ എന്തെങ്കിലും കുഴപ്പം വരും. സോ അല്ല, ഡോക്ടർ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. അതിൽ നിന്നുള്ള കുറച്ച് വെച്ചാൽ ലൈറ്റ് ഫുഡ്, ഒരു സാറ് പറഞ്ഞല്ലോ നമുക്കൊരു ബയോളജിക്കൽ പ്രോഗ്രാം നമ്മുടെ ബോഡിയിൽ നടക്കുമ്പോൾ നമ്മൾ അതിനെ അതിൻ്റെ ആ നാച്ചുറൽ ഹീലിങ്ങിന് വിട്ടിട്ട് നമ്മളത് എൻജോയ് ചെയ്യുക. അത് ഹീലിംഗ് ഫേസിലാണ് ആ സിംറ്റംസ് അപ്പിയർ ചെയ്യുന്നത് ആ സമയത്ത്. അപ്പോൾ അത് പോകുന്ന വഴിയാണ്. അപ്പോൾ അതിനെ നമ്മൾ ലഘുവാക്കാൻ വേണ്ടിയിട്ട് ഡയറ്റ് കറക്ഷനും ഹെൽപ്പ് ചെയ്യില്ലേ എന്നാണ്. അത് മാത്രമെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. തീർച്ചയായിട്ടും നമുക്ക് നല്ല ഹോൾസം ഡയറ്റ് എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ എല്ലാ കോമ്പോണൻസും, അല്ലെങ്കിൽ നമ്മൾ അതിലൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മളുടെ പേരൻസ്, നമ്മുടെ ഗ്രാൻഡ് പേരൻസ്, അല്ലെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റി, നമ്മുടെ ലൊക്കാലിറ്റി ഇതിൽ എന്തൊക്കെയാണ് നമ്മൾ ഫുഡ് ഹാബിറ്റ്സ് ഉണ്ടായിരുന്നത് അതൊക്കെ കഴിക്കുന്ന, അങ്ങനെ അതിനെക്കുറിച്ച് ഫുഡ് ആൻഡ് ന്യൂട്രീഷനെ കുറിച്ച് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ളതുണ്ട്. അവിടെയും ഈ അലോപ്പതി കൺസെപ്റ്റ് ഉണ്ട്, നാച്ചുറോപ്പതി കൺസെപ്റ്റ് ഉണ്ട്. ഹോമിയോപ്പതി ഒന്നും ആ ഡയറ്റിന് അതിന് മാത്രം പ്രാധാന്യം കൊടുത്തിട്ടില്ല. അതുകൊണ്ട് എൻ്റെ പഠനത്തിൽ അത്രമാത്രം വന്നില്ല. GNM വന്നതോടുകൂടി എനിക്ക് അതിൻ്റെ പൊസിഷൻ ചെയ്യാനായിട്ട്, അതിൻ്റെ സ്ലോട്ട് എവിടെയാണ് എക്സാക്ട്ലി എന്നുള്ളത് മനസ്സിലാക്കുന്നത്. അതിന് ശ്രീകല ഡോക്ടർ പറഞ്ഞതിനോട് എനിക്ക് യാതൊരു വിരോധമില്ല. ശരിക്കും നല്ല ഫുഡ് കഴിക്കണം, വേണ്ട ന്യൂട്രീഷൻസ് നമ്മൾ ചെയ്യണം, അതിനൊന്നും കുഴപ്പമില്ല. പക്ഷെ നമ്മൾ ചൈനയിലോ കൊറിയയിലോ അല്ലെങ്കിൽ വേറൊരു രാജ്യത്തോ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ചിലപ്പോൾ പാമ്പിന്റെ ഇറച്ചിയും അല്ലെങ്കിൽ ഇതൊക്കെ വേണ്ടി വരും. അല്ല, അങ്ങനെയല്ല. ഒരു ബയോളജിക്കൽ പ്രോഗ്രാം നടക്കുന്ന സമയത്ത് നമ്മൾ അവരെ ഫിയർ ഇല്ലാതെ ഇത് ഇന്നതാണ് നിങ്ങളുടെ ശരീരത്തിൽ നടക്കുന്നത്. അപ്പോൾ ഈ വൈറ്റൽ ഫോഴ്സ് എന്ന് പറയും, വൈറ്റൽ എനർജി ബാലൻസിങ് എന്ന് പറഞ്ഞൊരു മെക്കാനിസം ഉണ്ടല്ലോ. ഈ വൈറ്റൽ എനർജി ഈ ഹീലിംഗ് പ്രോസസ്സിലേക്ക് വേണ്ടി ഈ വൈറ്റൽ എനർജിയെ കൺസർവ് ചെയ്യാനായിട്ട് ബോഡി ഒരു ഇനിഷ്യേറ്റീവ് എടുക്കുമല്ലോ. അപ്പോൾ അവിടേക്ക് ആ വൈറ്റൽ എനർജിയെ ഡൈവേർട്ട് ചെയ്യും. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ ചെറിയ രീതിയിലുള്ള ഉപവാസവും അല്ലെ ലൈറ്റ് ഫുഡ് കഴിക്കുക, ഈ പറഞ്ഞ നമുക്ക് എന്തും കഴിക്കാം. ഈ ഒരു പനി നടക്കുമ്പോൾ പോലും ബിരിയാണിയും അല്ലെങ്കിൽ അങ്ങനെ ഡിഫിക്കൽട്ട് ടു ഡൈജസ്റ്റ് ആയിട്ടുള്ള ഫുഡുകളൊക്കെ കഴിക്കാം എന്ന ഒരു കൺസെപ്റ്റ് ഈ ജനത്തിനുണ്ട്. കാരണം നമ്മൾ ഫുഡിനെ പറ്റി അലോപ്പതിയിലായാലും പിന്നെ വേറെ ആയുർവേദത്തിൽ പറയുന്നുണ്ടായിരിക്കും. പക്ഷെ എന്നാലും ഇപ്പോഴും ഒരിടത്തും ആരും അതിനെ ഫുഡിന്റെ പ്രാധാന്യത്തെ പറ്റി ആരും പറയുന്നില്ല. ഈ ഡയറ്റ് എന്ന് പറഞ്ഞ ഡയറ്റീഷ്യന്റെ നിർദ്ദേശപ്രകാരം ഇത്ര കലോറി, ഇത്ര കാർബോ, അങ്ങനെ പ്രോട്ടീൻ, ആ ഒരു രീതി അല്ലാതെ ബോഡിക്ക് ഈ പ്രോഗ്രാം നടക്കുന്ന സമയത്ത് ഡൈജഷന് ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് അതിൽ ലൈറ്റ് ഫുഡ് കഴിക്കണം. അത് ചെറിയ ഒരു ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത്. അതുപോലെയുള്ള ചെറിയ കാര്യങ്ങൾ കൂടെ നമുക്ക് ഇതിന്റെ കൂടെ ഉൾപ്പെടുത്തിയാൽ നന്നായിരിക്കില്ലേ എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത്. നമ്മൾ പ്രയോറിറ്റി ഏതിനെ കൊടുക്കുന്നു എന്നുള്ളത് മാത്രമേ ഇവിടെ ഡിഫറൻസ് ഉള്ളൂ ഡോക്ടർ ശ്രീകല. വി ആർ നോട്ട് ഇൻ എ ഡിഫറെൻറ്റ് ഐഡിയാസ് റിഗാർഡിംഗ് ദി ഇമ്പോർട്ടൻസ് ഓഫ് ഫുഡ് ഡയറ്റ്. വി ഡോണ്ട് ഹാവ് എനിത്തിങ്. ബട്ട് ദി കോസസ് ഓഫ് ഡിസീസിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് അന്ന് ഇപ്പൊ കാണുന്നത് എൻ്റെ ഒരു ഒബ്സർവേഷനാണ്. യു ക്യാൻ ഹാവ് യുവർ ഓൺ ഐഡിയ, അതിലൊന്നും യാതൊരു സംശയവുമില്ല. നമുക്ക് ഫുഡ് തീർച്ചയായിട്ടും ഇമ്പോർട്ടൻ്റ് ആണ്. ബട്ട് റിഗാർഡിങ്, അതായത് നിങ്ങൾ അതെല്ലാം നമ്മുടെ ബോഡിയിൽ നമുക്ക് ഒരാൾക്ക് വേണ്ട വാട്ടർ ഇൻടേക്ക് അല്ല വേറൊരാൾക്ക് വേണ്ടത്. ഒരാളുടെ ഇപ്പം നോൺ വെജ് ആയിട്ട് ഹാബിറ്റ്സ് ഉള്ള ഒരാൾക്ക് അങ്ങനെ അയാളുടെ നോൺ വെജ് ഫുഡ് കഴിക്കാം, വേറൊരാൾക്ക് വെജിറ്റേറിയൻ ഹാബിറ്റ്സ് ആണ്. ഇനി അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ അതിൽ ഒരു കാര്യത്തിൽ പറഞ്ഞു തീർക്കാവുന്ന കാര്യമല്ല. ഐ എം ടോക്കിംഗ് അബൌട്ട് ദി ഇമ്പോർട്ടൻസ് ഓഫ് പ്രയോറിറ്റി that we give this diet. That is what I have observed in this naturopathic modality. അതുകൊണ്ട് ഞാനത് പറഞ്ഞേ ഉള്ളൂ. You can hold your own idea and let us together work for it. ലേഖ ഡോക്ടർ പറഞ്ഞിരിക്കുന്ന, please give some insight on biological conflict about SLE. SLE is considered as autoimmune disease ആയിട്ടല്ലേ പറയുന്നത്. So that concept itself is not there, Dr. Lekha Raj. Nice to meet you here. നമ്മുടെ ഓട്ടോ ഇമ്മ്യൂൺ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളോട് അങ്ങനെയാണ് പറയുന്നത്, certain cells of our body will act against our own cells and they turn to be inimical to it. These are all happening because we don't know the reason. For example, Sjogren's syndrome, അല്ലെ SLEയുടെ
ഇതായിട്ട് നമ്മുടെ ഡ്രൈനസ് ഓഫ് ദി മ്യൂക്കസ് മെമ്പറൈൻ ഓഫ് ദി ഐസ്, അല്ലെങ്കിൽ ഐസ് ഡ്രൈനസ് ഫോർ എക്സാമ്പിൾ. അപ്പൊ അതിന്റെ കാരണം എന്താണ്? I am not able, it's a separation conflict. I am not able to see what I wanted to see, or I happen to see something which is not against, or it is not according to my wish. മനസ്സിലായോ ഡോക്ടർക്ക്? അങ്ങനെ ലെറ്റ് us forget about these names of the disease. ഹോമിയോപ്പതിയിൽ എവിടെയാണ് നമ്മൾ SLE കുറിച്ച് പറയുന്നത്, എവിടെയാണ് ഡയബറ്റീസിനെ കുറിച്ച് പറയുന്നത്, എവിടെയാണ് ഓരോ ദിവസവും ഞാൻ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ പറഞ്ഞതാണ്, അന്ന് എനിക്കൊരു കോളോറെക്ടൽ ക്യാൻസർ ഉണ്ടായിരുന്നു. അതിന്റെ കാരണം പറഞ്ഞ ജനറ്റിക് മ്യൂട്ടേഷൻ ദിസ് വേ, അതിലൊരു പ്രത്യേക മ്യൂട്ടേഷൻ നടന്നിട്ടാണ് ആ കോളോറെക്ടൽ ക്യാൻസർ ഉണ്ടായത്. ഞാനത് കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിന് ശേഷം പിറ്റേ ദിവസമായിരുന്നു എനിക്ക് ആ പേഷ്യന്റ് വന്നത്. വാട്ട് എക്സാക്ട്ലി ഹാപ്പൻഡ് ഈസ് എ വെരി സിവിയർ അഗ്ലി ടെറിട്ടോറിയൽ, അതിൻ്റെ അത് ഒത്തിരി കോമ്പോണൻസ് ഉണ്ട്, അതുകൊണ്ടാണ് അത് ഈ കോളനെ പിടിച്ചത്. ഷീ ലിവ്ഡ് ഇൻ കാനഡ, ഷീ ഹാഡ് ടു കം ടു ഇന്ത്യ ഫോർ ഗെറ്റിംഗ് മാരീഡ്. അവളുടെ മെയിൻ കാലം മുഴുവൻ കാനഡയിലായിരുന്നു. ആൻഡ് ദിസ് പേഷ്യന്റ് കോൾഡ് മീ ഫ്രം ഉദയപൂർ, ആൻഡ് ഹി മാരീഡ് ടു എ റിലീജിയസ് പ്രീസ്റ്റ് ഓഫ് എ ഡിഫറെന്റ് കമ്മ്യൂണിറ്റി വിച്ച് ഈസ് നോട്ട് പോപ്പുലർ ഹിയർ. അത് കഴിഞ്ഞിട്ട് ആഫ്റ്റർ ദേ ഗോട്ട് മാരീഡ് started fight between her husband, and അവൾ ഇൻടോളറബിൾ അല്ല, അൺഫോർഗിവിംഗ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ് ആയിരുന്നു അവൾക്കുണ്ടായിരുന്നത്. ദാറ്റ് ഇസ് വൈ ദാറ്റ് നമ്മളതിനെ പറയുക ഒരു ഡേർട്ടി കോൺഫ്ലിക്റ്റ് എന്നൊക്കെ പറയുന്നത് ദാറ്റ് ഈസ് ഇൻ ദ കോളോറെക്ടം, അഗ്ലി പാർട്ട്, അല്ലെങ്കിൽ കോൺഫിഡൻഷ്യൽ എന്നൊക്കെ പറയുന്നില്ലേ, കൺസീൽ ചെയ്യാൻ ഇഷ്ടപ്പെടാത്ത രോഗം വരുന്നതിന്റെ കാരണങ്ങളൊക്കെ. ഓരോ രോഗവും എന്നോട് ചോദിച്ചു കഴിയുമ്പോൾ നമുക്ക് കൂടുതൽ സമയം എടുക്കേണ്ടത്. ഡിസ് is lack of Dr. Murali, this is lack of feeling of ease. It's simply an uneasiness. അങ്ങനെ നമ്മളെ പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് we don't call disease in GNM, Dr. Murali. We don't call so-called disease എന്നാണ് പറയുക. So this is, നമ്മളെ ഈസ് ആയിരിക്കണമെന്ന് ആരാണ് പറഞ്ഞത്? അവിടെയാണ് നമ്മുടെ സിംറ്റംസ് എല്ലാം വരുന്നത്. നമ്മളോട് പറയുവാണ് you have to be free from pain. You have to be free from fever. You have to be free from some headache. No, it is not like that. Every suffering has got a meaning, and that suffering, if not in hanging conflict, GHK hanging conflict means that is the reason for all the chronic diseases. നമ്മൾക്ക് chronic disease നമ്മൾ മ്യാസം തന്നെയാണ് പറയുന്നതെങ്കിൽ why that particular conflict is being continued, repeated, അങ്ങനെയാണ് ഹാങ്ങിങ് കോൺഫ്ലിക്റ്റ് എന്നുള്ള സങ്കല്പം വരുന്നത്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു കുറച്ച്. അതിന് നമ്മുടെ ട്രാക്ക് എന്ന് പറയും. സർട്ടൻ സിറ്റുവേഷൻസ് വിൽ അഗൈൻ ട്രിഗർ ദി പ്ലേ ഓഫ് ദി എന്താ പറയുക കിക്ക് സ്റ്റാർട്ട് എന്ന് പറയും. ആ ഹോൾ പ്രോസസ് വിൽ കണ്ടിന്യൂ, ആൻഡ് ദാറ്റ് ഈസ് ദ റീസൺ ഫോർ ദി ക്രോണിസിറ്റി ഓഫ് ഓൾ ഡിസീസ്. നമ്മൾ അതിന്റെ റീസൺ പറയും. ഇമ്മ്യൂൺ ഇതുപോലെ ഓട്ടോ ഇമ്മ്യൂൺ കാരണം പറയും, അല്ലെങ്കിൽ നമ്മൾ അതിന് കാരണം പറയും എന്താ certain maintaining causes പറയും. ആ maintaining cause, how it affects this individual, that is the most important thing. So discomfort or these symptoms, this is doctor പറയുന്നത് this is, അതിനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ it is very easy to come out of it. ഞാൻ പലപ്പോഴും എൻ്റെ പേഷ്യൻസിനോട് പറയുന്ന ഉദാഹരണമാണ്. നമുക്കറിയാതെ കേരളത്തിൽ മുഴുവൻ മഴക്കാലമാണ്, എയർ കണ്ടീഷൻ ഓൺ ചെയ്തിട്ടുണ്ട്, ഇപ്പുറത്ത് നിന്ന് ഫാനും ഉണ്ട്. Suppose I get a feeling, oh, it is too cold and therefore I don't need to need this fan, wall fan and off ചെയ്തേക്കാം. So I don't go and catch hold of these 3 leaves to stop this fan. ഇല്ലല്ലോ, ഫാനിന്റെ ബ്ലേഡിനെ പിടിച്ചിട്ടല്ല നിർത്തുന്നത്, അതിനിവിടെ സ്വിച്ച് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഫാൻ നിൽക്കും. അതുപോലെ ഒരു സഫറിങ് ഉണ്ട്, നമുക്കൊരു വേണ്ടാത്ത ഡിസ് ആയിട്ടുള്ള എന്താ ചെയ്യേണ്ടത് എന്നുള്ളത്. Okay, thank you. So in the example you had cited, as the lady was sexually abused and was not there for chance to gender conflict. That's okay. Gender conflict എന്ന് പറയാം. പക്ഷേ സ്പൈനെ അഫക്ട് ചെയ്യുമ്പോൾ ജെൻഡർ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്ന പ്രൊക്രിയേഷൻ കോൺഫ്ലിക്റ്റിലേക്കൊക്കെ വരുന്നത് പിന്നീടാണ്. അതായത് യൂട്രസിനെ അഫക്ട് ചെയ്യുന്നു, എന്തെങ്കിലും യൂട്രൈൻ പോളിപ്സ് വരുന്നു, അല്ലെങ്കിൽ യൂട്രൈൻ ഫൈബ്രോയിഡ് വരുന്നു, ഇന്നബിലിറ്റി ടു ഗെറ്റ് കൺസീവ്ഡ്, ദർ ആർ മെൻസ്ട്രൽ പ്രോബ്ലംസ്, അങ്ങനെയൊക്കെ വരുമ്പോഴാണ് യൂട്രസ് ആണ് ജെൻഡർ കോൺഫ്ലിക്റ്റിന്റെ
ടാർഗറ്റ് ഓർഗനായിട്ട് വരുന്നത്. അതുകൊണ്ട് ഈ കേസിൽ നമ്മൾ അങ്ങനെയല്ല, ഒരു സിറ്റുവേഷൻ വന്നാൽ ദിസ് കോൺഫ്ലിക്റ്റ് ഹാപ്പൻ എന്നല്ല പറയുക ഡോക്ടർ ശ്രീകുമാർ. ഇറ്റ് ഈസ് ദി അതർ വേ. ബാക്ക് ട്രാക്ക്, അതായത് നമ്മൾ ഏത് പേഷ്യന്റ് ഏത് ടിഷ്യൂ ആണോ ആയിട്ട് വരുന്നത്, എന്നിട്ട് ആ ടിഷ്യൂവിൽ നിന്നും ഗോ ആരുടെയൊക്കെയോ അനിത ഡോക്ടറുടെ തന്നെയാണോ ശബ്ദം എക്കോ ചെയ്യുന്നു? ഓക്കെ, എന്റെ കുഴപ്പമാണോ? ഓക്കെ, അതുകൊണ്ട് ഡോക്ടർ ശ്രീകുമാർ പറഞ്ഞത് ഇതാണ് കോൺഫ്ലിക്റ്റ്. അതുകൊണ്ട് ദർ ക്യാൻ ഹാവ് സെക്ഷൽ അല്ല ജെൻഡർ കോൺഫ്ലിക്റ്റ്. അങ്ങനെയല്ല ഡോക്ടർ നമ്മൾ GNM-ൽ പറയും. സോ വാട്ട് ഈസ് ദ ടിഷ്യൂ അഫക്റ്റഡ്? ഹിയർ ഇറ്റ് ഈസ് ഓർ ബോൺസ് ആൻഡ് ജോയിന്റ്സ്. സോ ബോൺസ് ആൻഡ് ജോയിന്റ്സ് കൺട്രോളിങ് എവിടെയാണ്? അത് ന്യൂ മീസോഡേമാണ്. അതേസമയം ജെൻഡർ കോൺഫ്ലിക്റ്റ് എവിടെയാണ്? ബിക്കോസ് ഇറ്റ് ഇസ് അബൌട്ട് പ്രൊക്രിയേഷൻ. നമ്മൾ അതിന്റെ ഇതൊക്കെയാണ് GNM-ഉം നമ്മൾ വാട്ട് യു കോൾ പ്രിഡിക്റ്റീവ് ഹോമിയോപ്പതിയിലെ ഹെറിങ്സ് ഗൈഡിങ് സിംറ്റംസിന്റെ ഒക്കെ ഇമ്പോർട്ടൻസ് നമ്മളുണ്ട്, ഹൈറാർക്കി ഓഫ് ദി സിംറ്റംസ്. അപ്പോൾ യൂട്രസ് ആണെങ്കിൽ സംഗതി ഡിഫറെന്റ് ആണ്. ഫുഡ് ഇൻടേക്ക്, ഇൻഡസ്റ്റൈൻ, ബ്രത്ത് ഇൻടേക്ക്, ആൽവിയോളൈ, പിന്നെ പ്രൊക്രിയേഷൻ, അവർ വാട്ട് യു കോൾ യൂട്രസ്, പിന്നെന്താ പ്രൊസ്റ്റേറ്റ് ഇൻ ദ കേസ് ഓഫ് മെയിൽ. അപ്പോൾ ആ പ്രയോറിറ്റി അനുസരിച്ചിട്ട് ആ ടിഷ്യൂവിന് വരുന്ന സിംറ്റംസിൽ വ്യത്യാസം ഉണ്ടാകും. ബിക്കോസ് ദേ ആർ ഓൾ ഇനീഷ്യൽ, അതുകൊണ്ടാണ് ഓൾഡ് ബ്രെയിൻ കൺട്രോൾഡ് ടിഷ്യൂസ് ആയതുകൊണ്ടാണ് ആ ടിഷ്യൂസിന്റെ പ്രയോറിറ്റി വരുന്നത്. അതുകൊണ്ട് അവള് സെക്ഷലി അബ്യൂസ്ഡ് ആയിരുന്നു, അതുകൊണ്ട് ഷീ ഹാസ് ടു ബി ജെൻഡർ കോൺഫ്ലിക്റ്റ്. അങ്ങനെയല്ല. Gender conflict is the dominance or controlling of the male. If she is a female, male തന്നെയാണ്. പക്ഷെ that is not the way how we should interpret and go backtrack to find out the reason in the psychic level. Any other question? നമ്മുടെ ആവശ്യത്തിൽ കൂടുതൽ സിംറ്റംസിനോടുള്ള ഒരു ഭയം, അതാണ് ഡിസീസ് ഫിയർ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് അങ്ങനെയുള്ള കേസുകളിലെല്ലാം നമ്മൾ ഈ ഡിസീസ് സിംറ്റംസിനെ, സോ കോൾഡ് സിംറ്റംസ് ഓഫ് ദ ഡിസീസിനെ ഇല്ലായ്മ ചെയ്യാനായിട്ടാണ് നമ്മുടെ ഉത്തരവാദിത്വം, അല്ലെങ്കിൽ ഡോക്ടറുടെ ജോലി. അതുകൊണ്ട് അതിന് എന്തെങ്കിലും മരുന്ന് കൊടുക്കണം, അതുകൊണ്ട് ഞങ്ങളുടെ മരുന്നുണ്ട്, അങ്ങനെ അതുകൊണ്ട് ഞങ്ങൾ മരുന്ന് കൊടുക്കും. അങ്ങനെയല്ല സമീപിക്കേണ്ടത്. ആദ്യമേ ഈ രോഗിയോട് പറയുക, ദിസ് ഈസ് യുവർ പ്രോബ്ലം, ആൻഡ് ദെൻ ദിസ് ഈസ് വൈ ദിസ് പർട്ടിക്കുലർ tissue is affected in this particular manner, and therefore you have to manage it in the psychic level and thereafter in the spiritual level. Okay, Anna, Dr. Sivkumar? Any other question? Sir, acute diseasesനും ഈ സൈക്കിക് കോസ് ആണ് ഉള്ളതെന്നാണ് പറയുന്നത്. അത് തന്നെയാണ് പറയുന്നത്. ഡിസീസ് എന്ന് പറയുന്നത് നമ്മൾ ഹോമിയോപ്പതിയിൽ അക്യൂട്ട് ഡിസീസ്, ക്രോണിക് ഡിസീസ് എന്ന് പറഞ്ഞാൽ എല്ലാം ഒന്ന് തന്നെയാണ്. വൈ എ പർട്ടിക്കുലർ ഡിസീസ് കണ്ടീഷൻ ഈസ് ടേണിംഗ് ടു ബി ക്രോണിക് എന്ന് പറയുന്നത് ബിക്കോസ് ദി സെയിം ട്രാക്ക് ദാറ്റ് ഇൻഡിവിജ്വൽ ഈസ് ഗോയിങ്, അല്ലെങ്കിൽ ദി സെയിം സിറ്റുവേഷൻ ഈസ് ബീങ് പ്ലേഡ് അഗൈൻ ആൻഡ് അഗൈൻ. അതിനാണ് നമ്മൾ ഹാങ്ങിങ് കോൺഫ്ലിക്റ്റ് എന്ന് പറയും. എനിക്കൊരു ഡയബറ്റിക് പേഷ്യൻ്റ് ഉണ്ടായിരുന്നു. ഹി വാസ് എ യങ് മാൻ, ജസ്റ്റ് റീസെൻ്റ്ലി മാരീഡ്, ആൻഡ് ഹി ഈസ് എ ക്രോണിക് ഡയബറ്റിക്, നോൺ ഡയബറ്റിക്. എന്തായിരുന്നു കാരണം എന്ന് വെച്ചാൽ ഹിസ് ഫാദർ വാസ് എ മിലിറ്ററി മാൻ, ആൻഡ് he enjoyed his life only when his father is not on vacation. എന്ന് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പുള്ളിയുടെ മുഴുവൻ സമാധാനം പോകും. അങ്ങനെയായിരുന്നു. ബിക്കോസ് സോ മച്ച് ഓഫ് ടോർച്ചർ സം അവേഴ്സ് ഹിസ് ലൈഫ്. എപ്പോഴും കൺട്രോളിങ്, നമ്മൾ ഒരു കൺട്രോൾ ഫ്രീക്ക് എന്നൊക്കെ പറയാൻ നമുക്ക് അത്രമാത്രം കൺട്രോളായിരുന്നു. അപ്പോൾ ഹി തോട്ട് ദാറ്റ് ഇഫ് ഐ ഗെറ്റ് മാരീഡ് ഐ വിൽ ബി ഓക്കെ, മൈ ഫാദർ മേ നോട്ട് ബിഹേവ് ഇൻ ദി സെയിം വേ. ബട്ട് വാട്ട് ഹാപ്പൻഡ് ഈസ് ഈവൻ ആഫ്റ്റർ മാരേജ് ഹിസ് ഫാദർ കണ്ടിന്യൂഡ് ടു ടോർച്ചർ ഹിം ഇൻ ദി പ്രസൻസ് ഓഫ് ഹിസ് വൈഫ്. അങ്ങനെയായിരുന്നു കണ്ടിന്യൂ ചെയ്തത്. അപ്പൊ എന്താണ് അവിടെ ട്രാക്കായിട്ട് വരുന്നത്? എന്താണ്? ഫാദർ. ആ ഫാദറിനെ കുറിച്ചുള്ള ഓർമ്മ വരുമ്പോൾ പുള്ളിക്കാരന് റെസിസ്റ്റൻസ് കോൺഫ്ലിക്റ്റ് ഹൈക്ക് ചെയ്യും. അപ്പോഴത്തേക്കും ഷുഗർ കൂടുതലായിരിക്കും. സോ ദാറ്റ് ഷുഗർ ഈസ് നോട്ട് ഡയബറ്റീസ്, ദാറ്റ് ഈസ് എ നേച്ചേഴ്സ് അറ്റംപ്റ്റ്
to give him more energy so that he may fight with his father. Even though his father, he has to experience him as the resistance, he has to overcome, and he has to come out of that situation, and nature is enabling him to come out of that situation by increasing his sugar. അങ്ങനെ അത് കംപ്ലീറ്റ് ക്യൂർ ആയ ഒരു കേസാണ് ഡയബറ്റീസ് കേസ്, സോ കോൾഡ് ഡയബറ്റീസ്. സർ, ഇപ്പൊ ഒരു സ്റ്റൊമക് ഡിസ്റ്റർബൻസ് ഇപ്പൊ ഫാമിലിയിൽ ഉണ്ടായി. അപ്പൊ ശരിക്കും കോൺസ്റ്റിപ്പേഷനും പിന്നെ ഒരു സ്റ്റൊമക് ഒരു പെയിൻ അങ്ങനെയൊക്കെ. അപ്പൊ അത് ഒരു 2.5 year ഉള്ള കുട്ടിക്കും അത് ബാധിച്ച്, പിന്നെ അവരുടെ പാരന്റ്സിനും. അപ്പം നമ്മളതൊരു സൈക്കിക് കോൺഫ്ലിക്റ്റ് ആയിട്ട് അതിനെ എങ്ങനെയാണ് നമ്മൾ കൈകാര്യം ചെയ്യുക? Constipation happens to any individual who is having indigestible morsel conflict. വളരെ സിവിയർ ആകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഇൻഡസ്ട്രിയൽ റെക്ടൽ മസിൽസ് ഓൾസോ വിൽ ബി ഇൻ. അത് കൃത്യമായിട്ട് നമുക്ക് അറിഞ്ഞാലേ പറ്റത്തുള്ളൂ, വെദർ ഇറ്റ് ഈസ് ഹെമറോയിഡ്സ് അല്ലെങ്കിൽ പൈൽസ് എന്ന് പറയത്തക്ക രീതിയിലാണോ, ക്രാക്സ്. ഒരു അക്യൂട്ടായിട്ട്, അതായത് ഒരു 2 ദിവസമായിട്ട് കുട്ടിക്കും സ്റ്റൊമക്, പക്ഷെ പാരന്റ്സിന് അങ്ങനെയല്ല, സ്റ്റൊമക് അബ്ഡോമിനൽ പെയിനും അർജിങ് ടു പാസ് സ്റ്റൂളും അങ്ങനെയൊക്കെയാണ്. പക്ഷെ ഞാൻ പറഞ്ഞ ടോട്ടലി ഫുൾ ആ ഫാമിലിക്ക് ഫുൾ സ്റ്റൊമക് ഒരു ഡിസ്റ്റർബൻസ് വന്നു. അപ്പൊ നമ്മൾ അങ്ങനെയുള്ള ഒരു കേസിൽ ഈ പാരന്റ്സിന് അനുഭവപ്പെടുന്ന അതേ സൈക്കിക് കോൺഫ്ലിക്റ്റ് ഈ 2 വയസ്സുള്ള കുട്ടിക്ക് വന്നു, അല്ലെങ്കിൽ ഈ 3 പേർക്കും ഉള്ള ഡിസ്റ്റർബൻസ് സെയിം ടൈമിൽ വന്നു. അപ്പൊ നമ്മൾ വിചാരിക്കുന്ന അതെന്തോ ആ ഫാമിലി വന്ന ഒരു ഫുഡിന്റെ പ്രശ്നമാണ് എന്നാണല്ലോ എന്നാണ് ഞങ്ങളൊക്കെ പെട്ടെന്ന് പറയാം, എന്തോ ഫുഡ് കഴിച്ചതിന്റെ ഒരു പ്രോബ്ലം. അപ്പൊ അത് നമ്മൾ ഈ ഒരു സൈക്കിക് മോഡിലേക്ക് നമ്മൾ എങ്ങനെയാണ് അത് വരുന്നത്, അല്ലെ എന്തായിരിക്കും റീസൺ? ഇൻഡൈജസ്റ്റിബിൾ മോർസൽ കോൺഫ്ലിക്റ്റ് എന്നാണ് ഇൻഡസ്റ്റൈൻ്റെ കോൺഫ്ലിക്റ്റ്. അത് മോർ ഡിസ്റ്റൽ എൻഡിലേക്ക് വരുമ്പോഴത്തേക്ക് അത് തന്നെയാണ്. പിന്നെ ഒരു കേസ് ഇത് കോൺഫ്ലിക്റ്റ് ക്യാൻ ബി ഷെയർഡ് എന്ന് ഡോക്ടർ ഹാമർ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എക്സാക്ട്ലി എന്താണ് സംഭവിച്ചത്, ആർക്കാണ് ആദ്യമേ തുടങ്ങിയത്, എന്താണ് ഇൻഡൈജസ്റ്റിബിൾ മോർസൽ, ഇഫ് ദേ ഹാവ് അസോസിയേറ്റഡ് ദിസ് കോൺഫ്ലിക്റ്റ് വിത്ത് എ പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ഫുഡ്, ഓൾ ഓഫ് ദം ടുക്ക്. അങ്ങനെയാകുമ്പോൾ പിന്നെ പ്രശ്നം ഗുരുതരമാണ്. എന്നാന്ന് വെച്ചാൽ ആ ഭക്ഷണം കഴിച്ചിട്ടാണെന്നുള്ള കോൺഫ്ലിക്റ്റ് അവരുടെ മനസ്സിലേക്ക് വന്നിരിക്കുന്നു. ഇന്നലെ മുട്ട പുഴുങ്ങി, സാധാരണ മുട്ട കഴിക്കാറില്ല, അല്ലെങ്കിൽ ഇന്നലെ പൊറോട്ട കഴിച്ചു, അന്നേരമാണ് തുടങ്ങിയെന്ന് പറഞ്ഞാൽ ദേ ആർ അസോസിയേറ്റിംഗ് ദ പ്രോബ്ലം വിത്ത്. സോ വാട്ട്, ഇറ്റ് വിൽ ബി ത്രോൺ ഔട്ട് ബൈ വിത്തിൻ 2 or 3 days. ഇറ്റ് വിൽ നോട്ട് ബി എ ക്രോണിക് തിങ്. ക്രോണിക് എപ്പോഴാണ് വരുന്നത്, വെൻ ദേ തിങ്ക് ദാറ്റ് ദർ ഇസ് സം പ്രോബ്ലം വിത്ത് ദി ഫുഡ് ഓർ വിത്ത് ദി വാട്ടർ. ഫോർ എക്സാമ്പിൾ പറയുകയാണ്, കിണറിലെ വെള്ളം ശരിയല്ല, അതുകൊണ്ട് മഴക്കാലത്തെ വെള്ളം ഒഴുകി വന്നു, അത് അപ്പുറത്തു നിന്നുള്ള സീവേജ് ആണ് വന്നിരിക്കുന്നത്, അതുകൊണ്ട് അതാണ് കാരണമെന്നങ്ങ് വിചാരിച്ച് ഒരു പുതിയ പ്രോഗ്രാം ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ they cannot escape from that program. So every time they take a food or cooked food prepared in this food, this water, they will be having in that track, likely to. അങ്ങനെയാണ്. അല്ലാതെ ആ പർട്ടിക്കുലർ ഫുഡല്ല, എന്താണ് ഇത്, എവിടെ നിന്നാണ് തുടങ്ങിയെന്നുള്ളത് കണ്ടുപിടിച്ചാൽ അത് മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും. അവരോട് പറഞ്ഞാൽ മതി, ഇതാണ് പ്രശ്നം. ഞാനൊരു ഉദാഹരണം ഇപ്പം മനസ്സിലേക്ക് വരുവാണ്. എനിക്കിവിടെ ഒരു ടീച്ചറുണ്ട്, ഒരു മാഷ്. അയാൾ ഒരു ബ്രാഹ്മിനാണ്. അതുകൊണ്ട് ഹി വാസ് ഓൺ സർവീസ്. ട്രഷറിയിൽ ട്രഷറിയിൽ എന്തോ ആവശ്യം കണ്ണൂർ പോയിട്ട് വന്ന വഴിക്ക് വീട്ടിൽ എത്താനുള്ള സമയമില്ല, വിശന്നു അല്ലാതെ. അപ്പോൾ പിലാത്ര എന്ന് പറയുന്ന ഒരു ചെറിയ സ്മോൾ ടൗൺ ഉണ്ട്, അവിടെ പോയി ഫുഡ് കഴിച്ചു. ഭംഗിയായിട്ട് ഫുഡൊക്കെ കഴിച്ച്, വെജിറ്റേറിയൻ ഫുഡൊക്കെ കഴിച്ച് കൈ കഴുകി പൈസ കൊടുത്തുകൊണ്ടിരുന്നപ്പോൾ പുള്ളിയുടെ മനസ്സിലേക്ക് ഒരു ഫ്ലാഷ് വന്നു. എന്താണെന്ന് വെച്ചാൽ, ഇയേഴ്സ് ബാക്ക് it is in this hotel premises that a particular person committed suicide by jumping into the well. അത് പുള്ളിയുടെ മനസ്സിൽ അങ്ങനെ തറച്ചിരിക്കുകയാണ്. അപ്പൊ എന്ത് പറ്റി, അന്ന് കഴിച്ച ഫുഡും എല്ലാം ഛർദ്ദിച്ചു. വീട്ടിൽ ചെന്നിട്ട് പിന്നെ രാത്രിയിൽ ഗ്യാസ്, എരിച്ചില്, വയറിളക്കം, ഛർദി എല്ലാമായിട്ട് പുള്ളി രാത്രിയിൽ മിഡ് നൈറ്റിൽ എന്നെ സമീപിച്ചു. അപ്പൊ ഞാൻ ചോദിച്ചത് എന്താ സംഭവിച്ചത്? ഇൻഡൈജസ്റ്റിബിൾ മോർസൽ. മോർസൽ മീൻസ് എ പീസ് ഓർ എ പോർഷൻ ഓഫ് മീൽ. അപ്പൊ നമ്മൾ കഴിച്ച ഭക്ഷണമല്ല പ്രശ്നം. അന്ന് അവിടെ 100 പേര് അതേ ഫുഡ് കഴിച്ചു, അതേ ഹോട്ടലിൽ നിന്ന് 100 പേര് ഫുഡ് കഴിച്ചു. അവർക്ക് ആർക്കും ഈ പഴയ ഈ കിണറിൽ പണ്ട് ആരോ തൂങ്ങി ചത്തു, അല്ല വെള്ളത്തിൽ ചാടി ചത്തു എന്നുള്ളത് വേറെ ആരുടെയും മനസ്സിൽ പോയിട്ടില്ല. Therefore they didn't have any problem. This particular person had this conflict and therefore he started indigestible morsel conflict. Got the point? Yes, sir.
അപ്പൊ നമ്മൾ ആ ചിന്തയെ മാറ്റണം, അല്ലെങ്കിൽ അത് എന്താണ് അതാണോ ഉദ്ദേശിച്ചത്? ഇപ്പൊ ഞാൻ പറയട്ടെ, ആ ചിന്തയിൽ മാറ്റാനായിട്ട് നമ്മൾ ഇൻസ്പൈറ്റ് ഓഫ് ഓൾ അവർ അറ്റംപ്റ്റ്സ് ടു ഗീവ് തെറാപ്പി, അയാൾ അതിനകത്ത് വരുന്നില്ലെങ്കിൽ ഹി ഹാസ് ഓൾറെഡി ഗോൺ ടു സൈക്കോസിഫിലിറ്റിക് സ്റ്റേജിലേക്ക് പോയിരിക്കുന്നു. സൈക്കോട്ടിക് സ്റ്റേജ് എന്താണ്? ഫിക്സഡ് ഒപ്പീനിയൻ. ഇല്ല, ഇതാണെന്ന് പറയും. അവിടെ പിന്നെ പറഞ്ഞിട്ട് സമയങ്ങളുടെ കാര്യമില്ല. വി ഗീവ് എ ഹോമിയോപ്പതി റെമഡി. സിഫിലിറ്റിക് എന്താണ്? ഹി ഈസ് ഷുവർ ടു ഡൈ ഓർ ഹി ഈസ് അഫ്രൈഡ് ഓഫ് ഡിസീസ്. ഇതങ്ങനെ ഒരു പാനിക്കി സിറ്റുവേഷനിലേക്ക് വരുവാണ് ചെയ്യുന്നത്. ദെൻ വി ഹാവ് ടു ഗോ ഫോർ സച്ച് സിഫിലിറ്റിക് റെമഡീസ് ആൻഡ് ടേക്ക് സിഫിലിറ്റിക് റൂബ്രിക്സ്. അങ്ങനെയാണ് നമ്മളത് കൈകാര്യം ചെയ്യേണ്ടത്. അതെന്തുകൊണ്ട് വന്നു എന്നുള്ള ആ പർട്ടിക്കുലർ പേഴ്സൺ ഹൗ ഹി ടേക്സ് ദാറ്റ്, അതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഗതി. അപ്പം ഈ 3 പേർക്കും നമ്മൾ ഡിഫറെന്റ് ആയിട്ട് കേസ് ടേക്കിംഗ് എടുത്ത് ഒരു ഫാമിലി ഇഷ്യൂ ആയിട്ട് കരുതാതെ അങ്ങനെ നമ്മളെ ഞാനത് ഒരു 2 വയസ്സുള്ള ആ കുട്ടിയെയും ആ സെയിം ടൈമിൽ ബാധിച്ചു എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അപ്പൊ സെയിം ടൈമിൽ ബാധിക്കുക എന്ന വാക്ക് തന്നെ നമ്മൾ ഒഴിവാക്കുക. ഒന്നും ബാധിക്കുന്നില്ല. ബാധിക്കുക എന്ന് പറഞ്ഞാൽ ശരിയാണ്, സിംറ്റംസ് ഉണ്ടാകുന്നുണ്ട്. പക്ഷെ നമ്മൾ സാധാരണ പറയുന്ന വാക്ക്, അത് ഫസ്റ്റ് ഡേയിൽ ഞാൻ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ക്യാൻസർ പിടിച്ചു, ഡയബറ്റീസ് പിടിച്ചു, സ്ട്രോക്ക് അടിച്ചു, ഹാർട്ട് അറ്റാക്ക് വന്നു. ഇവിടെ വരുന്നു പിടുത്തവും അടിക്കലും ഒന്നുമില്ല. എവറിഥിങ് ഈസ് എൻ അറ്റംപ്റ്റ് ഓഫ് ദി ബോഡി ടു ഡെലിവർ ദിസ് ഹ്യൂമൻ ബീയിങ്, because the nature has already implanted in him or downloaded in him, downloaded and നമ്മൾ പറയില്ല, installed in him a program which is working for his favor, in favor of that particular subject. അത് മാത്രമേ പ്രകൃതി ചെയ്യത്തുള്ളൂ എന്നുള്ള ആ ഒരു കംപ്ലീറ്റ് റിലയൻസ്, കംപ്ലീറ്റ് ഡിപ്പെൻഡൻസ്, കംപ്ലീറ്റ് ടേക്കിംഗ് കോൺഫിഡൻസ് വിത്ത് നേച്ചർ, മദർ നേച്ചർ വിൽ നോട്ട് ഡു എനിത്തിങ് ഹാർംഫുൾ ഫോർ ഇറ്റ്സ് ചിൽഡ്രൻ, അല്ലെങ്കിൽ ക്രിയേറ്റഡ്. അത് അങ്ങോട്ട് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെയൊന്നും അറ്റാക്ക് ചെയ്തു, അല്ലെങ്കിൽ വന്നു, ബാധിച്ചു, പിടിച്ചു, ഇതൊന്നും നമ്മൾ പറയത്ത് പോലുമില്ല. ബിക്കോസ് എവറിഥിങ് ഈസ് എ നേച്ചേഴ്സ് മെത്തേഡ് ഓഫ് ഹീലിംഗ് ഓർ ക്ലിയറിംഗ് തിങ്സ്. ഒരു പെട്ടെന്ന് സാധിക്കുന്ന കാര്യമല്ല. ഒത്തിരി പേഷ്യൻസുമായിട്ട്, ഒത്തിരി പേഷ്യൻസ് ഈ ഒരു ബാക്ക്ഡ്രോപ്പിൽ, നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾ മനസ്സിലാക്കി അതിനെ സമീപിച്ചു കഴിഞ്ഞാൽ യു വിൽ ബി ഏബിൾ ടു ഡു ഇറ്റ്. പറയൂ ഡോക്ടർ ഗ്രേസ്, എന്താ ചോദിക്കാൻ തുടങ്ങി? ഇല്ല താങ്ക് യു സാർ എന്ന് പറഞ്ഞു ഞാൻ. ഓക്കെ, എനി അതർ ക്വസ്റ്റ്യൻ? ഫാറ്റി ലിവർ, സ്റ്റാർവേഷൻ, കോൺഫ്ലിക്റ്റ് or financial loss or any other question വന്നിട്ടുണ്ട്. ഡോക്ടർ മുരളി ചോദിച്ചിരിക്കുന്നു. ഫാറ്റി ലിവർ പോലെ ഒത്തിരി സാധനങ്ങളുണ്ട് ഇങ്ങനെ USGയിൽ എഴുതി വെച്ചിട്ട്, നമ്മൾ പറയത്തില്ലേ, അതവിടെ എഴുതി വെച്ചിരിക്കുവാണ്. പിന്നെ ഒരു ക്വസ്റ്റ്യൻ ഇതിൽ ടിക്ക് ചെയ്താൽ മതി. ഫാറ്റി ലിവർ എന്ന് പറഞ്ഞാൽ we can say that it is in the initial stage of a program of the liver cells. It is not ലിവറിൽ അറിയാമല്ലോ, there is a bile system ഉണ്ട്. bile system affection അല്ല ഇവിടെ. So it is all about liver cells. But liver is originating from the primordial അല്ലെങ്കിൽ endoderm derivatives ആണ്. അതുകൊണ്ട് അത് വളരെ ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആണ്. That is why it is becoming important. എന്താണ് അതിന്റെ കോൺഫ്ലിക്ട്? സ്റ്റാർവേഷൻ കോൺഫ്ലിക്ട്. സോ വാട്ട് ഈസ് സ്റ്റാർവേഷൻ കോൺഫ്ലിക്ട്? I am concerned about my future, about my family. If I am going to die, what will happen to my family? How I will survive? How I will pull on? എൻ്റെ ലൈഫ് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും? അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് ഫൈനാൻഷ്യൽ ആണ്. When we come to, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഏത് സിസ്റ്റം അല്ലെങ്കിൽ ഏത് ബയോളജിക്കൽ പ്രോഗ്രാമാണ് നടക്കുന്നത് അതറിയണമെങ്കിൽ ഏത് ജെർമിനൽ ലെയർ ആണ് അഫക്റ്റഡ്. ഇപ്പൊ ബൈൽ സിസ്റ്റത്തിലേക്ക് വരുമ്പോഴത്തേക്ക് ദാറ്റ് ഈസ് എക്ടോഡെർമൽ. ആൻഡ് therefore അതിലെ കോൺഫ്ലിക്റ്റ് വേറെയാണ്, ടെറിട്ടോറിയൽ ആങ്കർ ആണ്. ഹൗ മെനി ഓഫ് us know ഒരാൾ ജോണ്ടിസ് പ്രസന്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ അത് വൈറസ് ഉണ്ടാക്കി, പാവം, സിമ്പതി തോന്നും, പാവം പിടിച്ച വൈറസ്, 100 നാനോഗ്രാം 100 നാനോമീറ്റർ സൈസ്ഡ് ആയിട്ടുള്ള ഒരു മൈക്രോബ്. അത് 1 ആണോ 10 ആണോ ഇയാളെ ബാധിച്ചത്, 100 ആണോ 1000 ആണോ, ഒരു ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടാകത്തില്ല. മഞ്ഞപ്പിത്തം ഉണ്ടോ, അവിടെ ഹെപ്പറ്റൈറ്റിസ് A B C D E ഏതെങ്കിലും കയറി അറ്റാക്ക് ചെയ്തിട്ടുണ്ടാവും. ആരെങ്കിലും തിരിച്ചു ചോദിച്ചിട്ടുണ്ടോ എന്താ അറ്റാക്ക് ചെയ്യുന്നത്? അത് വെള്ളം മാറിക്കളിച്ചിട്ടുണ്ട്, മഴ വെള്ളം വന്നപ്പോൾ വെള്ളം കുടിച്ചത് ശരിയായിട്ടില്ല, ചൂടാക്കാതെ കുടിച്ചത് കൊണ്ടാണ്. ഇതൊക്കെ നമ്മൾ വിശ്വസിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയൊന്നും അല്ലെന്നേ. ഒരു കേസ് ഞാൻ ഇപ്പോൾ പറയുകയാണെങ്കിൽ, there was a policeman who came with jaundice.
അത് പഠിച്ച കാലത്താണ്, പഠിച്ചു തുടങ്ങിയ സമയത്ത് ഞാൻ ചോദിച്ചു, എന്താ നിങ്ങൾ ദേഷ്യം പിടിച്ചത് എന്താ? ഡോക്ടറെ, ഇന്നലെ തന്നെ ഞാൻ പോലീസുകാരനാണ്, അപ്പോൾ അയാള് CI പറഞ്ഞു രാത്രിയിൽ അവിടെ ഡെഡ് ബോഡി കണ്ടു കിട്ടി റിവർ സൈഡിൽ. സോ ത്രൂ ഔട്ട് നൈറ്റ് യു ഹാവ് ടു വാച്ച് ദിസ് ഡെഡ് ബോഡി. അയാളെയാണ് അങ്ങോട്ട് പോസ്റ്റ് ചെയ്തത്, പോലീസുകാരുടെ രാത്രി മുഴുവൻ. കാരണം പോസ്റ്റ്മോർട്ടം വിൽ ഹാപ്പൻ ഓൺലി ഇൻ ദ നെക്സ്റ്റ് ഡേ. അതുകൊണ്ട് ആ രാത്രി മുഴുവൻ ഹി ഗോട്ട് ഇറിറ്റേറ്റഡ്. വൈ മീ? എന്നെ എന്തിനാ ഇട്ടത്? അതാണ് ടെറിട്ടോറിയൽ ആംഗിൾ. എന്നെ പോലെയല്ലേ മറ്റ് കോൺസ്റ്റബിൾസ് ഒക്കെ, പക്ഷെ എന്നെ എന്തിനാ ഇവിടെ ഇട്ടത്? അയാൾ എനിക്കിട്ട് നമുക്കിട്ട് പണി തന്നതാണ്. അതുകൊണ്ട് ഹി ഗോട്ട് ആംഗ്രി. അതാണ് അതിന്റെ കാരണം. ഒരു രാത്രി മുഴുവൻ അവിടെ ഉറക്കളച്ച് ഈ ഡെഡ് ബോഡിക്ക് കാവൽ നിന്ന് പിന്നെ അയാള് ബൈൽ ഡക്റ്റ് ബൈൽ സിസ്റ്റത്തിൽ ഉണ്ടായി. ടെറിട്ടോറിയൽ ആംഗിൾ. നമ്മൾ എവിടെയെങ്കിലും എയും ബിയും സിയും ഡിയും ഒക്കെ കണ്ടുപിടിക്കും. ചിലർ ഹെപ്പറ്റൈറ്റിസ് എക്സ്പേർട്ട് ആവും. എന്നിട്ട് ഞാൻ എത്ര ഹെപ്പറ്റൈറ്റിസ് കേസസ് ക്യൂറായില്ലെങ്കിൽ ക്യാൻസർ ആകും. ലിവർ ക്യാൻസറിന്റെ കാരണം വൈറസാണ്. അങ്ങനെ തുടങ്ങി നമ്മൾ എന്തെല്ലാം കേൾക്കണു. ഇതൊന്നും ശരിയല്ലെന്നുള്ള ബോധം നമുക്ക് തന്നത് ഡോക്ടർ ഹാമർ തന്നെയാണ്. യു ക്യാൻ ബിലീവ് ഓർ യു ക്യാൻ സ്കിപ്പ് ഇറ്റ്. ഞാൻ ഹാപ്പിയാണ് ഇതൊക്കെ പഠിക്കാനുള്ളൊരു അവസരം കിട്ടിയത്. അതുകൊണ്ട് ഞാൻ ആ ഒരു സന്തോഷം നിങ്ങളുമായിട്ട് പങ്കുവെക്കുക മാത്രമാണ് ചെയ്തത്. നിങ്ങൾക്കറിയാവില്ല, ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്, ഡോക്ടർ അനിത എനിക്ക് വലിയൊരു ഒരു പ്ലാറ്റ്ഫോം ഒരുക്കി തന്നതാണ് കേരളത്തിലെ ഹോമിയോപ്പതിക്കാരോട് സംസാരിക്കാൻ. എൻ്റെ പ്രിയപ്പെട്ട ഡോക്ടർ സന്തോഷൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു, പോയെന്ന് തോന്നുന്നു. അദ്ദേഹത്തൊക്കെ ക്ലാസ്സിൽ വന്നിട്ടുണ്ട്. എൻ്റെ പഴയ ഫ്രണ്ട്സ് ലേഖ രാജുണ്ട്, ഒത്തിരി പേരെ കാണുന്നുണ്ട്, ഗീത സുരേഷ്. അപ്പോൾ സന്തോഷം ഇങ്ങനെ കുറച്ച് പേരോട് GNM-നെ കുറിച്ച് പറയാനുള്ള ഒരു വേദി ഉണ്ടാക്കി തന്നത്. അതുകൊണ്ട് അനിതയോട്, അനിൽകുമാറിനോട് പ്രത്യേകം നന്ദി പറയുകയാണ്. എന്തെങ്കിലും ചോദ്യം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഇല്ല. ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. മുരളി ചോദിച്ചു, ഈസ് ഫാറ്റി ലിവർ സ്റ്റാർവേഷൻ കോൺഫ്ലിക്ട് ഫൈനാൻഷ്യൽ ലോസ് ഓർ എനി അതർ? അപ്പൊ സ്റ്റാർവേഷൻ കോൺഫ്ലിക്ട് എന്ന് പറഞ്ഞാൽ ഫൈനാൻഷ്യൽ ലോസ് ആകണമെന്നില്ല. അയാളുടെ ഡിമാൻഡ് ആൻഡ് സപ്ലൈ, അല്ലെങ്കിൽ എന്തോരം അയാളുടെ ഇന്നലെ വരെ ഞാൻ ജീവിച്ചിരുന്ന ലെവലില് സ്റ്റാൻഡേർഡിൽ ഇനി അങ്ങോട്ടേക്ക് ജീവിക്കാൻ പറ്റത്തില്ല എന്ന് തോന്നുമ്പോഴാണ് അയാളുടെ ഇത് വരുന്നത്. എത്രയോ ലിവർ ക്യാൻസർ കേസസ് ഒക്കെ വരുന്നത് അങ്ങനെ തന്നെയാണ്. ഹി ഹാഡ് എ ബിഗ് ബിസിനസ് ഓൾ കൊളാപ്സ്, എല്ലാം തകർന്നു പോയി. അങ്ങനെയുള്ള സിറ്റുവേഷനിലാണ് അയാൾക്ക് ഇനി എങ്ങനെ ജീവിക്കും? പഴയ അവസ്ഥയിൽ ജീവിക്കാൻ പറ്റത്തില്ലല്ലോ. ഇറ്റ് ഈസ് നോട്ട് ദി സ്റ്റാർവേഷൻ. വെർബലായിട്ട് എടുക്കരുത്. ഇന്ന് കേരളത്തില് ഒരു വ്യക്തി ഭക്ഷണം കഴിച്ചില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ നെയ്ബർ കൊണ്ടുവന്ന് ഭക്ഷണം കൊടുക്കുക, അല്ലെങ്കിൽ സോ മെനി voluntary service minded people or societies around, they will give the food. It is not the food intake, but the way, the status of my life which I led till today is not going to continue എന്നുള്ള തിരിച്ചറിവാണ് അതിന് കാരണം. സോ ഫൈനാൻഷ്യൽ ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒത്തിരി ഉപരിക്കാം, വേറെ ഒത്തിരി ഒക്കെ സംഭവിക്കാം. ഈവൻ ഫൈനാൻഷ്യൽ ലോസ് ക്യാൻ കോസ് ഹാർട്ട് അറ്റാക്സ് because it is territory. Finance is one's territory. Territory loss ആണ് coronary artery diseasesന്റെ കാരണം. എന്തെങ്കിലും ചോദിച്ചോന്നേ, ഇല്ലെങ്കിൽ നമുക്ക് നിർത്താം. അല്ല, ഇപ്പം നമ്മളത് പറയുന്നത് സാറേ, കാരണം ഈ കോൺഫ്ലിക്ട്സ് ജീവനുള്ള എല്ലാ വ്യക്തികളും, ഹ്യൂമൻ ബീങ്സിനെ എല്ലാവരെയും എഫക്ട് ചെയ്യാം. ഇൻട്രാ യൂട്രൈനിൽ എഫക്ട് ചെയ്യാം, 90s 100s എഫക്ട് ചെയ്യാം. അപ്പൊ ആരും ഇതിൽ നിന്ന് മോചിതരല്ല ഈ ഒരു കോൺഫ്ലിക്റ്റിൽ നിന്ന്. അപ്പം ഇവർക്ക് ഉണ്ടാവുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ സെൽഫ് ഡാമേജസ് ആണ്. അവരുടെ നമ്മളെ ബേസിക് യൂണിറ്റ് സെൽഫ്. സോ സെൽഫ് ഡാമേജസ് ആണ് സംഭവിക്കുന്നത്. നമ്മളുടെ അടുത്ത ദോസ് ആർ നോയിങ് GNM, അവിടത്തേക്ക് വരുന്നവരുടെ അടുത്തേക്ക് നമുക്കിത് ഹെൽപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അങ്ങനെ വരാത്ത കണ്ടീഷൻസിൽ ഓൾമോസ്റ്റ് ഓൾ വിൽ ബി ഈ ഒരു നമ്മൾ ഈ പറയുന്ന സോ കോൾഡ് ഡിസീസ് കണ്ടീഷനിലേക്ക്, ഒരു അൺഈസി ഫീലിംഗ് അല്ലെങ്കിൽ ഒരു ഓർഗനിൽ ഇപ്പൊ സെൽസ് കൂടി ടിഷ്യൂ ആവുന്നു, ഓർഗൻ ഡാമേജസ് അല്ലെങ്കിൽ സെൽ ഡാമേജസ് സംഭവിക്കുന്നു. നമുക്ക് ഇതെങ്ങനെ വരാതിരിക്കാൻ ശ്രമിക്കാം. കാരണം മെന്റൽ കോൺഫ്ലിക്ട്സ് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് ഒരെണ്ണം കഴിയുമ്പോൾ അടുത്തതെന്ന് തിരുമാല വരുന്ന പോലെ ഒരെണ്ണത്തിന് പുറകെ ഒരെണ്ണമായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ആൻഡ് ദാറ്റ് മേക്സ് എ ലോട്ട് ഓഫ് ഡാമേജസ് ടു us also.
അതിനെ എങ്ങനെ നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും? നമുക്ക് രണ്ട് ഒരു എന്താ പറയുക, നമ്മൾ ദീർഘകാല പദ്ധതിയും ഹ്രസ്വകാല പദ്ധതി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പ്ലാനിങ്ങിൽ പഠിക്കാറില്ല. അതായത് വി ക്യാൻ ഹാവ് എ ലോങ് ടൈം പ്ലാനിങ്. എന്താണ് പറയുന്നത്? ദാറ്റ് ഈസ് യൂണിവേഴ്സൽ ഔട്ട്റീച്ച്, അല്ലെങ്കിൽ എല്ലാവരിലേക്കും അറിവെത്തിക്കുക എന്നുള്ള ഒരു പ്രക്രിയയാണ്. അത് പലപ്പോഴും നമുക്ക് സാധിക്കണമെങ്കിൽ ദൈവവും ഇറങ്ങി വരണം. കാരണം ദൈവം സാക്ഷാൽ ഇറങ്ങി വന്നിട്ട് പോലും, ഇപ്പം ഞാൻ ക്രിസ്ത്യൻ ആണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ, ഞങ്ങളുടെ വിശ്വാസപ്രകാരം ക്രിസ്തു എന്ന് പറയുന്ന ദൈവത്തിന്റെ പുത്രനാണ്, മനുഷ്യനായി അവതരിച്ചതാണ്. എന്നിട്ട് പോലും അപ്പം അവതരിച്ചെന്താണ്? ക്രിസ്തു വന്നത് ക്രിസ്തു മതത്തെ പ്രചരിപ്പിക്കാനല്ല, എല്ലാ മനുഷ്യരെയും നല്ലതാക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് എത്ര പേര് ക്രിസ്തുവിനെ അറിയാത്ത എത്രയോ പേരുണ്ട്. ഞാൻ റിലീജിയസ് അല്ല, ഒരു ക്രിസ്ത്യൻ ഫാമിലി ജനിച്ചുകൊണ്ട് പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ നന്മ എല്ലാവരിലും എത്തിക്കണമെന്ന് നമുക്ക് ആഗ്രഹിക്കാം. പക്ഷെ നമ്മുടെ ചുറ്റുവട്ടത്തുള്ളവരിലൂടെ നമുക്ക് തുടങ്ങാം എല്ലാവരിലും എത്തിക്കാനായിട്ട്. അല്ലാതെ എല്ലാവരെയും ശരിയാകാനായിട്ട് ഒരു വ്യക്തി എന്ന നിലയെ പറ്റത്തില്ല. അപ്പൊ അതിന്റെ ഡിഫറൻസ് എന്താ പറയാ, നമ്മളിപ്പോ മദർ തെരേസയെ കൂടുതൽ പേരറിയും, മഹാത്മാഗാന്ധിയെ അതിലും കൂടുതൽ പേരറിയും, അല്ലെങ്കിൽ ജോർജ് വാഷിംഗ്ടൺ, അല്ലെങ്കിൽ അങ്ങനെ ഫേമസ് ആയിട്ടുള്ള, ഫേമസ് എന്നല്ല, ഇറ്റ് ഈസ് ലെജൻഡറി ഇൻഡിവിജ്വൽസ്, ഹ്യൂമൻ ബീയിങ്സ്. അപ്പൊ അവരുടെ ഇൻഫ്ലുവൻസിനനുസരിച്ചിട്ട് കാര്യങ്ങൾ കൂടുതലേക്ക് പോകും. നമ്മുടെ ഹാനിമാൻ എന്ന് പറയുന്നത്, അദ്ദേഹം മരിച്ചപ്പോഴത്തേക്ക് നിങ്ങൾക്ക് അറിയാമല്ലോ, വെറും 5 പേരാണ് അദ്ദേഹത്തിന്റെ ഡെഡ് ബോഡി കൊണ്ടേ കുഴിച്ചിടാനായിട്ട് ഗ്രേവ് യാർഡിലേക്ക് പോയത്. ഐ ഡോണ്ട് നോ ഹൗ മെനി ഓഫ് യു നോ ദാറ്റ് ഇൻസിഡന്റ്. പുലർകാലത്തിൽ മനുഷ്യരൊന്നും അറിയുന്നതിന് മുമ്പ്, വെളിച്ചം വരുന്നതിന് മുമ്പ്, ഒരു പഴഞ്ചടാക്ക് കാളവണ്ടി പോലെ ഒരു കാട്ടില് പുള്ളിയുടെ ഡെഡ് ബോഡി വെച്ചിട്ട് ആരും കാണാതെ പോയിട്ട് കുഴിച്ചിടുക ചെയ്തു. എന്നിട്ട് ഇന്ന് ഹോമിയോപ്പതിയുടെ അവസ്ഥ എന്താണ്? ഇറ്റ് ഹാസ് ബിക്കം ദി വേൾഡ്സ് നമ്പർ 2 ഇൻ ഇറ്റ്സ് പോപ്പുലാരിറ്റി. ഹാമർ മരിച്ചപ്പോഴത്തേക്ക് അതിനേക്കാളും ഡിഫറെന്റ് ആണ്. ദാറ്റ് പിക്ചർ ഈസ് വിത്ത് മീ. ഐ ഹാവ് നോട്ട് ബീൻ ഏബിൾ ടു അറ്റൻഡ് ഓർ ഗോ ടു എർലാംഗൻ ഫോർ സീയിങ് ദി ബറിയൽ. പക്ഷെ അത് മുഴുവനും ഞാൻ വീഡിയോയിൽ കണ്ടതാണ്. അതുകൊണ്ട് അവിടെ ഒരു 300, 400, 500 പീപ്പിളൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും ഹിസ് ബറിയൽ. അത് ടൈം ചേഞ്ച് ആണ്. അന്ന് കൂടുതൽ സോഷ്യൽ മീഡിയ ഒക്കെ കുറച്ചുകൂടെ പ്രോമിനന്റ് ആയി, അതുകൊണ്ടൊക്കെ വന്നതാണ്. അപ്പൊ എങ്ങനെ ജനങ്ങളിൽ എത്തിക്കും? പിന്നെ ഡോക്ടർ മുരളി ചോദിച്ചതിൽ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവരുത്. അതായത് ലൈഫ് വി ആർ ഓൾവേസ് ഇൻ കോൺഫ്ലിക്ട്സ് എന്ന് പറയരുത്, അല്ലെങ്കിൽ അതല്ല DHS എന്ന് പറയുന്നത്. DHS എന്ന് പറയുന്നത് ഇറ്റ് ഹാസ് ടു കിക്ക് സ്റ്റാർട്ട് എ പ്രോഗ്രാം, SBS. അല്ലാത്തതിനെ നമ്മൾ അങ്ങനെ പറയാറില്ല. അതിനെ നമ്മൾ സ്ട്രെസ് എന്ന് പറയും. അത് ഡെയിലി, ഇന്ന് രാവിലെ പിള്ളേർക്ക് ഭക്ഷണം റെഡിയാക്കിയിട്ട് അവരെ സ്കൂളിൽ പറഞ്ഞു വിടുന്നു, അതൊരു സ്ട്രെസ്സാണ്. അയ്യോ, ചെന്ന് കാർ എടുക്കാൻ നോക്കിയപ്പോഴത്തേക്ക് കാറിന്റെ ടയർ അടിച്ച് പോയി കിടക്കുന്നു. അയ്യോ, ഇന്ന് ബസ്സേ പോയി കഴിഞ്ഞാൽ അവിടെ ചെല്ലുമ്പോൾ ഹെഡ് മാസ്റ്റർ വഴക്ക് പറയും. അയ്യോ, അവിടെ ചെന്നപ്പോഴത്തേക്ക് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് എന്നെ ഹെഡ് മാസ്റ്റർ നാണം കെടുക്കും. ഇതൊന്നും നമ്മുടെ ബയോളജിക്കൽ കോൺഫ്ലിക്റ്റ് ആയിട്ട് മാറുകയോ ഡിസീസ് ആവുകയോ ചെയ്യണമെന്ന് നിർബന്ധമില്ല. അതേസമയം സ്കൂളിൽ ചെന്ന ടീച്ചറിനെ ഹെഡ് മാസ്റ്റർ മറ്റുള്ളവരുടെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് വളരെയധികം ഹ്യൂമിലിയേറ്റഡ് ആയിട്ട് ഇൻസൾട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഷീ മേ ഡെവലപ്പ് സം എന്താ പറയണ്ടേ, ഇൻഡൈജസ്റ്റബിൾ മോർസൽ കോൺഫ്ലിക്റ്റ്. ഹൗ ഷീ ലുക്സ് അറ്റ് ദിസ് തിങ്, അത് ബയോളജിക്കൽ കോൺഫ്ലിക്റ്റ് ആണ്. അപ്പം കോൺഫ്ലിക്ട്സ് നീഡ് നോട്ട് ബി എന്താ പറയണ്ടേ യൂണിഫോം. അത് ഡിഫറെന്റ് ക്രൈറ്റീരിയ അല്ല, ഡിഫറെന്റ് ഇന്റൻസിറ്റി ഉണ്ടാകാം, ഡിഫറെന്റ് ഡ്യൂറേഷൻ ഉണ്ടാകും. So this duration and the intensity together is called masks, conflict mass എന്നാണ് അതിനെ പറയുക. അപ്പൊ കോൺഫ്ലിക്റ്റ് മാസ് ആണ് ഡിസൈഡ് ചെയ്യുന്നത് ഹൗ ബോഡി വിൽ ട്രൈ ടു റിസോൾവ് ദാറ്റ് കോൺഫ്ലിക്ട്സ്, ആൻഡ് ഡ്യൂറിംഗ് ദി ഹീലിംഗ് ഫേസ് ദി സിംറ്റംസ് വിൽ ബി അപ്പിയറിംഗ്. Once we switch off this conflict activity which is continued, we will be able to come out of this healing phase, and we can shorten it, come out of it at the earliest, so that we will be ending the program with a scar tissue or scarring or urination phase. അങ്ങനെ ആ ഹീലിംഗ് ഫേസിൽ ഉണ്ടാകുന്ന സ്റ്റേജിലേക്ക് പോകും. മനസ്സിലായോ ഡോക്ടർ മുരളി? Yeah, sir. Thank you. ഓക്കെ സാർ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് നിർത്താം. ഇനി ചോദ്യങ്ങളൊന്നും ഇല്ലെങ്കിൽ. ഓക്കെ സാർ. ശരിക്കും നല്ല വാല്യുബിൾ സെഷൻ ആയിരുന്നു സാറേ. നിങ്ങൾ സന്തോഷം. കുറച്ചു പേർക്കെങ്കിലും ഉപയോഗപ്പെടുവാണെങ്കിൽ എനിക്ക് സന്തോഷമുണ്ട്. നിങ്ങളെല്ലാവരെയും ഇതിന്റെ ഇന്റൻസ് ആയിട്ടുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സ്റ്റഡീസിന് ക്ഷണിക്കുകയാണ്. ഐ വിൽ ബി ലെറ്റിംഗ് യു നോ ഇറ്റ്സ് ഷെഡ്യൂൾ ആൻഡ് ഓൾ. താങ്ക് യു. So thank you all for your patient hearing.
വളരെ സന്തോഷം. ഇത്രയും പേരിലേക്ക് എനിക്ക് എത്തിക്കാൻ സാധിച്ചതിൽ ദൈവത്തിന് നന്ദി പറയുന്നു. നിങ്ങൾ ഓരോരുത്തർക്കും നന്ദി പറയുന്നു. താങ്ക് യു. താങ്ക് യു സാർ. അതുപോലെ അറ്റൻഡ് ചെയ്ത എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. അപ്പൊ നമുക്ക് ഇതുപോലെ സാറിന്റെ ക്ലാസ്സുകൾ ഇനിയും എക്സ്പെക്ട് ചെയ്യാം. നോക്കട്ടെ, ഞാൻ സാറേ അപ്പൊ ഞങ്ങൾ വീണ്ടും എക്സ്പെക്ട് ചെയ്യുന്നു. അപ്പൊ കൂടുതൽ പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട് സാറേ. ഞാൻ കണ്ണൂരിലാണ്, അടുത്ത ചൊവ്വാഴ്ച കൊച്ചിയിലായിരിക്കും. അപ്പം ഞാൻ നോക്കട്ടെ. ഐ വിൽ ബി ട്രൈയിങ് ടു. ഓക്കെ സാർ. ഓക്കെ. എന്തിനായാലും സാറിന്റെ വളരെ വാല്യുബിൾ ആയിട്ടുള്ള സെഷൻസ് ആയിരുന്നു ഇതുവരെ കഴിഞ്ഞത്. അപ്പൊ സാറിനോടുള്ള നന്ദിയും കടപ്പാടുകളും അറിയിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ സെഷൻ സന്തോഷം എൻഡ് ചെയ്യാം. നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു ഓൾ. ഗുഡ് നൈറ്റ്.